Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ തൊഴിൽ മേഖലകൾ, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേൽ, നിങ്ങളുടെ എല്ലാ രോഗങ്ങളുടെ മേൽ, നിങ്ങളുടെ എല്ലാ കഷ്ടതകളുടെ മേൽ, എല്ലാ മാറാ രോഗങ്ങളുടെ മേൽ, പകർച്ചവ്യാധികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സാംസന്റെ മേൽ വന്ന് ആവസിച്ചു. എന്താണ് സംഭവിക്കുന്നത്? സാംസൺ ആയുധമൊന്നും കൂടാതെ തന്നെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ ആട്ടിൻകുട്ടിയെപ്പോലെ പിച്ച് ചീന്തിക്കളയുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, മറ്റൊരവസരത്തിൽ സാംസനെ ഫിലിസ്ത്യര് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്, കയറുകൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ശത്രുക്കൾ അവനെ തകർക്കാൻ വേണ്ടി ഓടി അടുത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്ന് നിറയുകയും അവനെ ബന്ധിച്ചിരുന്ന കയറ് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുകയും ചെയ്തു. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എല്ലാ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ഈ കൺവെൻഷൻ്റെ സമാപന ദിവസമാണ്. എല്ലാ ഭവനങ്ങളിലും ദൈവാത്മാവിൻ്റെ ഇരട്ടി അഭിഷേകം ലഭിക്കട്ടെ. എലീശ പ്രവാചകന് ലഭിച്ചതുപോലുള്ള ഇരട്ടി അഭിഷേകം എല്ലാ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ മക്കൾ, എല്ലാവരും സ്തുതിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങള്, നിങ്ങളുടെ വേദനകള്, നിങ്ങളുടെ രോഗങ്ങള്, ആകുലതകള്, നിങ്ങളുടെ ഭയങ്ങള്, ഭവനത്തെ ഓർത്തുള്ള വിഷമതകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നിന്റെ ഭവനത്തിലേക്ക് ഇപ്പോൾ തന്നെ എഴുന്നള്ളി വന്നുകൊണ്ട് നിന്നെ ബലപ്പെടുത്തുന്നു. ഒരൊറ്റ വിളി വിളിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തി ലഭിക്കട്ടെ. ഹോളി പവർ, കർത്താവിന്റെ അത്ഭുതകരം, യേശുവിന്റെ അത്ഭുത ശക്തി നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ പറമ്പിന്റെ മേൽ, നിന്റെ വാഹനങ്ങളുടെ മേൽ, നിന്റെ ഓരോ നിയോഗങ്ങളുടെ മേൽ, നിന്റെ രോഗബാധിതമായ കോശങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് നിന്നെ ഇപ്പോൾ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ മക്കളെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവജനം മുഴുവൻ സ്തുതിക്കട്ടെ. ഷെക്കേന മിനിസ്ട്രിയോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഈ ടെലിവിഷൻ ചാനലിലെ ഈ ശുശ്രൂഷയോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ലോർഡ്, ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. യേശുവേ, നിന്റെ അഭിഷേകം, നിന്റെ അഭിഷേകം അപ്പോസ്തലന്മാർക്ക് നൽകിയ അതേ അഭിഷേകം, വിശുദ്ധ അന്തോനീസിന് നൽകിയ അതേ അഭിഷേകം ഈ ദൈവജനത്തിന് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാവരും 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, നേറ്റ് പറഞ്ഞ്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഈ കൂട്ടായ്മയില് അവിടുന്ന് സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തില് ഈ ടെലിവിഷൻ മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ അഭിഷേകം
പുതിയ അഭിഷേകം യേശുവേ, യേശുവേ, മുമ്പെങ്ങും ലഭിക്കാത്ത വിധത്തിലുള്ള മുമ്പെങ്ങും ലഭിക്കാത്ത വിധമുള്ള വലിയൊരു അഭിഷേകം വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും ലോകം മുഴുവനും ലഭിക്കട്ടെ. എന്റെ കർത്താവേ, ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ലോകത്ത് നിന്ന് അന്ധകാര ശക്തികള്, സാത്താന്റെ കെട്ടുകള്, പാപത്തിന്റെ ബന്ധനങ്ങള്, അഹങ്കാരത്തിന്റെ ബന്ധനങ്ങള്, തിന്മയുടെ സ്വാധീനങ്ങള്, സ്വാർത്ഥതകള്, യുദ്ധക്കൊതികള്, മാരകമായ രോഗങ്ങള്, പകർച്ചവ്യാധികള്, കൊറോണ വൈറസ്, കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ ലോകം നവീകരിക്കപ്പെടട്ടെ. അന്ധകാര ശക്തികൾ ഈ ലോകത്ത് നിന്ന് വിട്ടുമാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങള്, ദുഷ്ടതകള്, മരണങ്ങള്, ദുർമരണങ്ങള്, കുടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, ദുരഭിമാനങ്ങള്, തലക്കനങ്ങള്, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള ഭിന്നതയുടെ, കലഹത്തിന്റെ ദുരാത്മാക്കള് വിട്ടുമാറട്ടെ. അന്ധകാര ശക്തികള്, അന്ധകാര ശക്തികള്, കർത്താവായ യേശുവിന്റെ ശക്തമായ അധികാരമുള്ള നാമത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികളെ, നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ, നാരകീയ ശക്തികളെ, രോഗാണുക്കളെ, രോഗപീഠകളെ നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട്, കൃപകളോട് ചേർന്ന് നിന്ന് കത്തോലിക്ക സഭയുടെ അധികാരം ഉപയോഗിച്ച്, പരിശുദ്ധ കുർബാനയുടെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തിന്മകൾ അഴിയട്ടെ, പകർച്ചവ്യാധികൾ വിട്ടുമാറട്ടെ. അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കുന്നു, തിന്മയുടെ സ്വാധീനങ്ങളെ ബഹിഷ്കരിക്കുന്നു, കലഹത്തിന്റെ ദുരാത്മാവിനെ ആട്ടിപ്പായിക്കുന്നു, കടബാധ്യതകളെ യേശുനാമത്തിൽ ആട്ടിപ്പായിക്കുന്നു, ഭവന നിർമ്മാണ തടസ്സങ്ങൾ യേശുനാമത്തിൽ ആട്ടിപ്പായിക്കുന്നു, തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ആട്ടിപ്പായിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ അഴിയട്ടെ, മാറാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ക്യാൻസറിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അർബുദ രോഗങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അലർജി രോഗങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മാരക രോഗങ്ങളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് വലിയൊരു അഭിഷേകം തരികയാണ്. മൂക്കിൽ ദശ വളരുന്ന രോഗമുള്ള 6 കുട്ടികളുടെ മേൽ കർത്താവിന്റെ ശക്തമായ അഭിഷേകം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഡ്നി രോഗികളെ കർത്താവ് തൊടുന്നുണ്ട്. കിഡ്നി രോഗികളെ കർത്താവിന്റെ അടുത്ത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ലിവർ സംബന്ധമായ രോഗികളുടെ മേൽ കർത്താവ് ഇപ്പോൾ ഇടപെടുന്നുണ്ട്. ശരീര തടിപ്പുകളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ രോഗികളെ കർത്താവ് തൊടുന്നുണ്ട്. തൊണ്ടവേദനയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. തൊണ്ട ക്യാൻസർ, വായിലെ പുണ്ണ്, വയറ്റിലെ പുണ്ണ്, പല്ലുവേദനകള്, ചെവിയിലെ പഴുപ്പ്, കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അവയെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, അവയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവയെ ആട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നാരകീയ ശക്തികളും ഒരു അന്ധകാര സേനകളും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ പ്രബലപ്പെടാൻ യേശു നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രബലപ്പെടാൻ അവ അനുവദിക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,
യേശുവേ 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 യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലാഴിയട്ടെ. എല്ലാവരും ചേർന്ന് പാടിക്കാം മക്കളെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലാഴിയട്ടെ. യേശുവേ രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയേ. എല്ലാവരും വിളിച്ചോ. എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ഈശോയേ. ലോകം മുഴുവനിൽ നിന്ന് എല്ലാ മാരക രോഗങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഈശോയേ. വിളിച്ചോ. വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയേ, ഞങ്ങളുടെ കഷ്ടതകള്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടുന്ന് കാണണമേ. ഈശോയേ. പാവപ്പെട്ട മക്കള്, ദരിദ്രര്, ഇപ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കള്, ഈ മാരകമായ രോഗം മൂലം ഭവനങ്ങളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന പാവപ്പെട്ട മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ വിളിച്ചോ, വിളിച്ചോ മക്കളെ. ഈശോനെ വിളിച്ചോ, ഈശോനെ വിളിച്ചോ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശുവേ, അത്ഭുതം ഇന്ന് നടക്കട്ടെ. എല്ലാ പരീക്ഷണശാലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ സയന്റിസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവനുള്ള ഡോക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ മാരകമായ രോഗം ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരണഭയത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോനെ വിളിച്ചോ, വിളിച്ചോ മക്കളെ, വിളിച്ചോ. മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും വാഴണമേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എല്ലാ ഭവനങ്ങളിലേക്ക് വിടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേല് കർത്താവ് ഇടപെടുന്നതായിട്ട് അച്ഛൻ കാണുന്നുണ്ട്. ഈശോയേ. ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ശുശ്രൂഷയില് ഇന്നലെ അച്ഛന് അനവധി പേര് ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛാ വലിയ അഭിഷേകമായിരുന്നു അച്ഛാ, അച്ഛാ സൗഖ്യത്തിന്റെ വലിയ അനുഭവമായിരുന്നു അച്ഛാ. ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ നെഞ്ച് പൊട്ടുന്ന വേദനയോടുകൂടിയാണ് ഇന്നലത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ആരംഭിച്ച ദിവസം മുതൽ ആ സഹോദരൻ പറയുകയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു ആശ്വാസം വന്ന് നിറഞ്ഞ് മനസ്സിന്റെ ഭാരവും ഇങ്ങനെ കല്ല് കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. അത് പൂർണ്ണമായിട്ട് കർത്താവ് എടുത്തു മാറ്റി. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരമ്മ ഇന്നലെ വിളിച്ചു പറഞ്ഞത്, ഇന്നലത്തെ ശുശ്രൂഷ സമയത്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. വിട്ടുമാറാത്ത തലവേദന ഉള്ളത് കൊണ്ട് ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഏതു നേരവും തലവേദനയാണ്. അമ്മ പറഞ്ഞത്, അച്ഛാ കുഞ്ഞിന്റെ തലവേദന മാറിയെന്ന് മാത്രമല്ല, കുഞ്ഞ് നന്നായിട്ട് കിടന്നുറങ്ങി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒരു സഹോദരി വിളിച്ച് സാക്ഷ്യപ്പെടുത്തിയത് ശരീരം ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. പല ദിവസങ്ങളായി മരുന്ന് വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ കൺവെൻഷന് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു, കർത്താവ് ആ മകളുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലും തടിച്ചു പൊങ്ങുന്ന അവസ്ഥകള് പരിപൂർണമായിട്ട് എടുത്തു മാറ്റി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ മുട്ടുകാലിന് ശക്തമായ വേദന. ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് ഒരു സഹോദരിക്ക് വലിയൊരു അഭിഷേകം കിട്ടുകയായിരുന്നു. അവർ കർത്താവിനോട് ഞാൻ മുട്ടുകുത്തി നിൽക്കും, വീട്ടില് ഭക്ഷണം കഴിക്കുന്ന റൂമില് ഞാൻ മുട്ടുകുത്തി നിൽക്കും എന്നൊരു തീരുമാനമെടുത്ത് ടെലിവിഷന്റെ മുൻപിൽ ഈശോ എഴുന്നള്ളിച്ച് സ്റ്റുഡിയോയിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മുട്ടുകുത്തി നിൽക്കാനുള്ള ശക്തമായ പ്രേരണയുടെ ഫലമായി മുട്ടുകുത്തി നിന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള മുട്ടുകാലിന്റെ വേദന കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി. ഈശോയേ, ഈശോയേ, ഒരൊറ്റ വിളി വിളിച്ച ഈശോയേ. ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വിസ്മയങ്ങളുടെ ദൈവമാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്.
അന്ധകാര ശക്തികളെ ശാസിക്കുന്ന ദൈവമാണ്. തിന്മയുടെ സ്വാധീനങ്ങളെ ബഹിഷ്കരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവര് ശക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് ഈശോ വാഗ്ദാനം ചെയ്താണ്, മക്കളെ നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥതപ്പെടേണ്ട, നിങ്ങൾക്ക് ഞാൻ സഹായകനെ തരും, പരിശുദ്ധാത്മാവിനെ തരും, പാരാക്ലീത്തൂസിനെ തരും, ഹെൽപ്പറിനെ തരും, നിങ്ങൾ ആകുലപ്പെടേണ്ട. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് വേണ്ടി കണ്ണുകളൊക്കെ സാധിക്കുന്നവരൊക്കെ അടച്ചു പിടിച്ച് 2 കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിക്കുമ്പോൾ ഉൾക്കണ്ണുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് അതിനുശേഷം ടിവിയിലേക്ക് നോക്കി ഈ വചനാഭിഷേകത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. കം ഹോളി സ്പിരിറ്റ്, വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. സ്പിരിറ്റ് സാന്റോ ശക്തി സുദിനോ, കം ലോർഡ് ഹോളി സ്പിരിറ്റ് പവർ. യേശോയെ വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ ലോകം മുഴുവനുമുള്ള എല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും സ്തുതിക്കട്ടെ. 10,000 ഒന്ന് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. നിന്റെ തളർവാദത്തെ തൊടും. നിന്റെ ക്യാൻസറിനെ സ്പർശിക്കും. നിന്റെ അർബുദം എടുത്തു മാറ്റും. നിന്റെ വയറ്റിലെ മുഴകൾ ചുരുങ്ങിപ്പോകും. നിന്റെ വയറ്റിലെ പുണ്ണുകൾ ഉണക്കിക്കളയും. നിന്റെ നട്ടെല്ലിന്റെ പൊട്ടലുകൾ, വേദനകൾ, നിന്റെ ഡിസ്ക് കംപ്ലൈന്റുകൾ കർത്താവ് എടുത്തു മാറ്റിക്കളയും. എല്ലുകളെ പൊട്ടിയ എല്ലുകളെ കർത്താവ് നേരെയാക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പാടിക്കുക മക്കളെ. ജ്ഞാനം ശക്തി എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. വിവേകം ഭക്തി ഇവരിൽ മഴ പോൽ ചൊരിഞ്ഞിടട്ടെ. അടുത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കൾ അവരുടെ തലയിൽ ഒന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോ. ദൈവഭയം In the name of Jesus. ആത്മശക്തി In the name of Jesus. ഇവരിൽ തീ പോലാളും സ്നേഹം. എല്ലാ കുഞ്ഞുമക്കളെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചോ. അറിവ് നീതി ശാശ്വത ശാന്തി മഞ്ഞുപോൽ ഇവരിൽ അലിഞ്ഞിടട്ടെ. ദയാബുദ്ധി എല്ലാ മക്കളുടെ മേൽ വിശ്വാസം നന്മ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾ ഒഴുകട്ടെ. മഞ്ഞുപോൽ ഇവരിൽ അലിഞ്ഞിടട്ടെ. Bless Lord. കർത്താവേ, 2 കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ച് കർത്താവിനെ വിളിച്ച് കർത്താവിനെ വിളിച്ച മക്കളെ നിലവിളിച്ച് വിളിച്ച് പഠിക്കാനുള്ള ബുദ്ധി, ജ്ഞാനം, അറിവ്, വിവേകം, ഓർമ്മശക്തി, ആത്മധൈര്യം ഒക്കെ ലഭിക്കട്ടെ. വിളിച്ച് വിളിച്ച് അലസതകൾ വിട്ടുമാറട്ടെ. തഴക്കദോഷങ്ങൾ വിട്ടുമാറട്ടെ. പഠന വൈകല്യങ്ങൾ, പഠന തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ദുഷ്ടശക്തികളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. സമുദ്രം ജലത്താ കർത്താവേ കവിഞ്ഞിടും പോലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിജ്ഞാനത്താ എല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നിറച്ചിടണേ. പരിശുദ്ധാത്മാവ് വന്നങ്ങോട്ട് നിറയട്ടെ. നിറച്ചിടണേ. യേശുവേ യേശുവേ. കർത്താവേ, കരങ്ങൾ ഉയർത്തി വിളിച്ചോ മക്കളെ. കർത്താവിനെ വിളിച്ചോ, കർത്താവിനെ വിളിച്ചോ മക്കളെ. പ്രാർത്ഥിച്ചോ. കർത്താവേ, കുടുംബത്തിന്റെ മേലുള്ള ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. കുടുംബത്തിന്റെ മേലുള്ള അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. ലോകത്തിന്റെ മേലുള്ള പകർച്ചവ്യാധി വിട്ടുമാറട്ടെ. കൊറോണ വൈറസ് വിട്ടുമാറട്ടെ. ലോകത്തിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. In the name of Jesus, the name of my priesthood, the name of Jesus, the name of my priesthood, I rebuke and I command every spirit of evil to depart from you. In the name of Jesus, the name of my priesthood, bless
the name of Jesus. Bless. അന്ധകാര ശക്തികളെല്ലാം ഇപ്പോൾ തന്നെ വിട്ടുപോകാൻ, എല്ലാ ദുരാത്മാക്കള്, ആത്മഹത്യയുടെ, നിരാശയുടെ, മാനസിക രോഗങ്ങളുടെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ ഭവനത്തിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുപോകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവായ ഈശോയെ ആരാധന. കർത്താവായ ഈശോയെ ആരാധന. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി എല്ലാവരും ഒത്തിരി പറയുന്നു. സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് പലവിധ പീഡകള് ഉണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ കുറവുകളോട്, എല്ലാ പോരായ്മകളോട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ അഹങ്കാരങ്ങൾ വിട്ടുമാറട്ടെ, എല്ലാ ദുഷ്ടതകൾ വിട്ടുമാറട്ടെ, പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ, ഭവനത്തിന്റെ കടബാധ്യതകൾ വിട്ടുമാറട്ടെ, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, നിരന്തരമായ വിഷമതകൾ, സങ്കടങ്ങൾ എല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, കടബാധ്യതകളെല്ലാം വിട്ടുമാറട്ടെ, ഭവനമില്ലാത്ത അവസ്ഥകൾ, ഭവന നിർമ്മാണ തടസ്സങ്ങള്, പറമ്പില്ലാത്തവര്, ഭവനം പണിയാൻ കഴിവില്ലാത്തവര്, അവരെല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നമ്മുടെ പൊന്നു തമ്പുരാൻ വളരെ വലിയ സമ്പന്നനാണ്. ഒരു മിനിറ്റ് മതി കർത്താവിന് നിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുമാറട്ടെ. ഭവനങ്ങളിലുള്ള മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, കലഹത്തിന്റെ, കൊലപാതകത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. അത്ഭുത ശക്തി ലഭിക്കട്ടെ. In the name of Jesus, holy power, bless the name of Jesus. യേശു നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ. ഈശോയെ, ഇന്ന് കരങ്ങളടിച്ച് പാടാമോ? ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പാടിക്കേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും കരങ്ങൾ അടിച്ചുകൊണ്ട് ഈശോയെ സന്തോഷത്തോടെ മക്കളെ ആത്മാവിനെ വിളിച്ചു പാടിക്കേ, ആത്മാവിനെ വിളിച്ചു പാടിക്കേ. ആത്മാവാം ദൈവമേ വരണേ. എല്ലാവരും നല്ല അഭിഷേകത്തോടെ ആത്മാവ് ഇറങ്ങി വരട്ടെ നിന്റെ കുടുംബങ്ങളിലേക്ക്, എല്ലാ മേഖലകളിലേക്ക്. ലോകത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമാ നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
ആത്മാവാം ദൈവമേ വരണേ. എല്ലാവരും പാടിക്കും മക്കളെ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ അടിച്ചു പാടിക്കോ, കരങ്ങൾ അടിച്ചു പാടിക്കോ. എല്ലാ സങ്കടങ്ങളും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈശോ 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 അത്ഭുത ശക്തി, ഈശോ അത്ഭുത പവർ, ഈശോ പവർ പവർ പവർ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നീ വരണേ. പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പെന്തക്കൊസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ. എല്ലാവരും ചേർന്ന് എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും മക്കളെ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. റൂഹായേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷനിലൂടെ നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. നിന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും, ഉറക്കമില്ലായ്മകളെ, ഉറക്കത്തിലെ ഞെട്ടലുകളെ, മാനസിക പീഡകളെ, മരുന്ന് കഴിക്കുന്ന അവസ്ഥകളെല്ലാം ഇപ്പോൾ തുടച്ചു മാറ്റുന്നു. അത്ഭുത ശക്തി ലഭിക്കുന്നു, അത്ഭുത ശക്തി ലഭിക്കുന്നു. തളർച്ചകൾ എടുത്തു മാറ്റുന്നു. സാമ്പത്തിക തളർച്ചകളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. ശാരീരിക തളർച്ചകളുടെ മേൽ കർത്താവ് ഇടപെടുന്നുണ്ട്. അത്ഭുതം നടക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നിന്റെ ഭവനത്തിന്റെ മേലുള്ള ദോഷങ്ങള്, നിന്റെ ഭവനത്തിന്റെ മേലുള്ള ശത്രുക്കളെ ഇൻ ദ നെയിം ഓഫ് ജീസസ് വിട്ടുപോകട്ടെ. ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ മക്കളെ. എല്ലാവരും സമാധാനത്തിലിരുന്ന് പറ്റുന്ന ഏറ്റവും നല്ല അനുഗ്രഹപ്രദമായ സ്ഥലങ്ങളിലിരുന്ന് ഈ വചനം കേട്ട് വലിയ അഭിഷേകത്തിലേക്ക് ഇന്ന് കർത്താവ് നമ്മളെ നയിക്കാൻ പോകുകയാണ്. നമ്മുടെ കൺവെൻഷൻ്റെ സമാപന ദിവസം അച്ഛൻ ഇന്നലെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് നല്ലൊരു സന്ദേശം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നമുക്ക് നൽകിയ വചനം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം ഞാൻ അങ്ങനെ വായിച്ച് ഇതൊരു സംഭവമാണ്. ഒരു ധീരയായ വനിതയുടെ ജീവിതകഥയാണ്. വചനം പറയണത് ഇങ്ങനെയാണ്. ഒരു സീറോ ഫിനേഷ്യൻ സ്ത്രീ, അവൾ വിജാതിയാണ്. അവൾ കർത്താവിനെ കുറിച്ച് കേൾക്കുകയാണ്. നമുക്കറിയാം യേശുവിൻ്റെ അത്ഭുത കരങ്ങൾ. യോഹന്നാൻ, സ്നാപയോഹന്നാൻ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചില്ലേ? ഏക്കോലോ അഞ്ഞല്ലോ ദിദിയൊക്കെ തോലി പെക്കാത്തി ദെൽ മോന്തോ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപയോഹന്നാൻ്റെ അടുത്തുണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ സ്നാപയോഹന്നാനെ വിട്ട് നേരെ ലോകത്തിൻ്റെ പാപങ്ങൾ, ലോകത്തിൻ്റെ ഭാരങ്ങൾ, ലോകത്തിൻ്റെ മേലുള്ള തിന്മകൾ, ലോകത്തിൻ്റെ മേലുള്ള പകർച്ചവ്യാധികളെ ബഹിഷ്കരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. അവർ അങ്ങോട്ട് ചെന്നപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്?
അപ്പം അവർ പറഞ്ഞു, ഗുരുവേ ധോവെ ആബിത്തി എന്ന് പറഞ്ഞാൽ ഗുരുവേ അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, വെനീത്തെ വെതറേത്തെ, നിങ്ങൾ വന്ന് കാണുവിൻ. അങ്ങനെ ആ ശിഷ്യന്മാർ ഈശോയോടൊപ്പം വസിച്ച സംഭവം നമുക്കറിയാം. പിറ്റേ ദിവസം വസിച്ച ആ സഹോദരങ്ങളിൽ ഒരാൾ ഓടി പത്രോസിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, അഭിയാമോ വീസ്തോയിൽ സിഞ്ഞോറേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷകനെ കണ്ടു. കാരണം അവരനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോ, നമുക്കറിയാം വചനം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈശോയിൽ നിന്ന് പുറപ്പെട്ട് ചെകിടന് കേൾവിശക്തി, കുരുടന് കാഴ്ചശക്തി, തളർവാദ രോഗികൾ മാനിനെ പോലെ തുള്ളിച്ചാടുന്നു. അങ്ങനെ ഈ അത്ഭുത കൃത്യങ്ങളെല്ലാം സീറോ ഫിനീഷ്യൻ സ്ത്രീ കേട്ടു. കർത്താവിനെ കുറിച്ച് കേട്ട് കർത്താവിനെ കാണാൻ വേണ്ടി അവൾ വരികയാണ്. അവൾ ഇച്ചിരി പേടിച്ച് വിറച്ചൊക്കെയാണ് വരുന്നത്. കാരണം വിജാതീയ സ്ത്രീയാണ്. ഇവളിങ്ങനെ തക്കമൊക്കെ നോക്കി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഈശോയേ ഈശോയേ, എൻ്റെ മകള് ഒരു അശുദ്ധാത്മാവ്, ഒരു പൈശാചിക പീഡ എൻ്റെ മകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഈശോയെ, എൻ്റെ മകളെ സുഖപ്പെടുത്താമോ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിങ്ങനെ വിജാതീയ സ്ത്രീ അങ്ങോട്ട് നോക്കി. ഞാൻ ഇന്ന് രാവിലെ ഒരു അക്രൈസ്തവ സഹോദരിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് നിന്നൊരു അക്രൈസ്തവ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ആ സഹോദരിയുടെ ഭർത്താവ് വലിയ മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുക. ഇപ്പം നിലവിളിച്ചുകൊണ്ട് ആ ദുരാത്മാവ് വീട്ടിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം തേടി. അപ്പോൾ ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആ സഹോദരി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ മകളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ആ ദുരാത്മാവ് ആ ക്രൈസ്തവ സഹോദരനിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടത് ഈ സഹോദരി ഇങ്ങനെ നെല്ല കണ്ണീന്ന് ഇങ്ങനെ കുട്ടുകുട്ടുകുടാന്ന് പറഞ്ഞ് കണ്ണുനീര് പോകുക. കാരണം ആ മുഖം കണ്ടപ്പോൾ മനസ്സിലായി കർത്താവ് അവരുടെ കാര്യത്തിൽ എന്തായാലും ഇടപെടും. അത്രമാത്രം വിശ്വാസത്തോടെയാണ് ആ സഹോദരി ഞാൻ ഈശോയെന്ന് വിളിച്ചപ്പോൾ എന്നോടൊപ്പം ഈശോയെ വിളിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കറിയാം ഈശോയെന്ന് വിളിച്ചപ്പോൾ ഉറപ്പായിട്ട് ആ സഹോദരിക്ക് അവൾക്ക് അനുഭവിക്കത്തക്ക വിധം കർത്താവിൻ്റെ സ്വാധീനവും ശക്തിയും ഇന്ന് ആ ഭവനത്തിൽ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ കൺവെൻഷനിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് തന്നെ ദുരാത്മാക്കൾ ഭവനത്തിൽ ഉണ്ടായിക്കൊള്ളട്ടെ, ഏത് കഷ്ടതകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഏത് പീഡകളായിക്കൊള്ളട്ടെ, കർത്താവ് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം അവൻ നമ്മുടെ രക്ഷകനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചവനാണ്. ആ കർത്താവിന് നമ്മുടെ പീഡകളും നമ്മുടെ ആകുലതകളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ അകാരണ ഭയങ്ങളും നമ്മുടെ വിഷാദങ്ങളെല്ലാം ഏറ്റെടുക്കാൻ കഴിവുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ അവിടെ വന്ന് ഈശോയോട് പറഞ്ഞു. ഈശോ ആ സ്ത്രീയെ നോക്കി പറഞ്ഞു, അല്ല സഹോദരി, ഞാൻ വന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ആരെങ്കിലും മക്കൾക്കുള്ള അപ്പക്കഷ്ണമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുവോ? ആ ഒരു ശൈലിയിൽ കർത്താവ് പറഞ്ഞതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു രീതിയിൽ കർത്താവ് സംസാരിച്ചു. പക്ഷേ അവിടെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ആ സീറോ ഫിനീഷ്യൻ സ്ത്രീ സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഒന്നും കൈമുതലില്ലാത്തവള്, പുതിയ നിയമവും പഴയ നിയമങ്ങളൊന്നും കൈമുതലില്ലാത്തവള്, അവള് പറഞ്ഞു, കർത്താവേ, നായ്ക്കള് യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടം ഭക്ഷിച്ചാണല്ലോ കഴിയുന്നത്. ഈ ഒരൊറ്റ
ഒരൊറ്റ വിശ്വാസ പ്രഖ്യാപനം കേട്ടപ്പോൾ കർത്താവ് അവളോട് പറയാ, മകളെ, നീ ഇത് പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസം നീ പ്രഖ്യാപിച്ചത് കൊണ്ട് കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും, നിന്റെ മകളുടെ മേലുള്ള ബാധകളെ ഒഴിപ്പിക്കാൻ സാധിക്കുമെന്ന് ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ നിന്റെ വിശ്വാസത്തെ നീ പ്രഖ്യാപിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, ആ ഒരൊറ്റ കാരണം കൊണ്ട് മകളെ നീ സമാധാനത്തിൽ പോയിക്കോ, നിന്റെ മകള് ഈ നിമിഷം സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 അങ്ങനെ ഈ അമ്മ ഓടുകയാണ് വീട്ടിലേക്ക്, അല്ലേ? നമ്മളാണെങ്കിൽ ഓടും. ഓടിച്ചെന്നപ്പോൾ തൻ്റെ മകൾ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. അമ്മ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ മകളിൽ നിന്നുള്ള എല്ലാ പീഡകള് അത്ഭുതകരമായിട്ട് വിട്ടുപോയിരിക്കുകയാണ്. ഇതേപോലെ ഒരു സംഭവം എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അധ്യാപകനായ ഒരു മാഷ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മോൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രോഗം, അവൾ വിട്ടുമാറാത്ത കരച്ചിൽ, അവളിങ്ങനെ കിടന്ന ഒരു പൈശാചികമായ പീഡകൾ അവൾ കാണിക്കുന്നു, കണ്ണു തുറപ്പിക്കുന്നു, പല്ല് കടിക്കുന്നു, അങ്ങനെ ഭയങ്കര അസ്വസ്ഥത. കോഴിക്കോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ 5 ദിവസത്തിലധികം അവളെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാരൊക്കെ പരിശോധിച്ചു, സ്കാൻ ചെയ്ത് നോക്കി, എക്സ്റേ എടുത്ത് നോക്കി, പല വിധത്തിലുള്ള മരുന്ന് കൊടുത്ത് നോക്കി. ആ അധ്യാപകൻ എന്നോട് പറയുകയാണ്, അച്ഛ 5 ദിവസം കഴിഞ്ഞപ്പോഴും എൻ്റെ കുഞ്ഞ് ഒരുപോലെ കണ്ണടയ്ക്കുന്നില്ല, അവള് നിലത്ത് കിടക്കുന്നില്ല, അവള് നിലവിളി നിർത്തുന്നില്ല. അച്ഛാ, എനിക്ക് അപ്പോൾ മനസ്സിലായി ഏതോ പീഡയാണ് എൻ്റെ മകളുടെ മേലുള്ളത്. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇതാ അവൾക്കൊരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോകുക. വീട്ടിലേക്ക് ഇങ്ങനെ കാറോടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു അഭിഷേകം കിട്ടുകയാണ്. ഒന്ന് പള്ളിയിലേക്ക് കയറിയാലോ, ഒന്ന് അച്ഛൻ്റെ അടുത്ത് പോയാലോ. അങ്ങനെ പള്ളിയിൽ കയറി അവർ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എൻ്റെ അടുത്തേക്ക് അവർ വന്നു. അവർ നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ആ കുഞ്ഞിങ്ങനെ നിർത്താതെ നിലവിളിക്കുന്നു. ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പരസ്പരം എന്താ സംഭവിച്ചെന്ന് പറയാം. അത്രമാത്രം വളരെ ഭീകര, കുഞ്ഞിങ്ങനെ പെടച്ച് കൈകളിൽ നിന്നിങ്ങനെ ദൂരെ പോകത്തക്ക രീതിയിലുള്ള തരത്തിലാണ് കുഞ്ഞ് കിടന്ന് വെപ്രാളം കൊള്ളുന്നത്, കുഞ്ഞ് കിടന്ന് നിലവിളിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞു, അച്ഛ അവർ രണ്ടുപേരും നിലവിളിക്കുക, അപ്പനും അമ്മയും നിലവിളിക്കുക. അച്ഛൻ ഞങ്ങൾ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്, 5 ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അതും ഞാൻ ചോദിച്ചു, ഏത് ആശുപത്രിയിലാണ്? അവിടെ കോഴിക്കോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അവിടെ പറഞ്ഞു, ഈ കുഞ്ഞിന് ഒരു മാറ്റവുമില്ല, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മാഷിനോട് ചോദിച്ചു, മാഷേ, വിശ്വസിക്കുന്നു കർത്താവിന് മാഷിൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് മാഷ് വിശ്വസിക്കുന്നുണ്ടോ? മാഷും ഭാര്യ പറഞ്ഞു, ഉണ്ടച്ചോ. കാരണം 5 ദിവസമായിട്ട് ആ പാവങ്ങൾ ഉറങ്ങിയിട്ടില്ല, 5 ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ടില്ല, അവരുടെ കുഞ്ഞുറങ്ങിയിട്ടില്ല. കുഞ്ഞിങ്ങനെ വെപ്രാളം കൊള്ളുകയാണ്, വൈദ്യശാസ്ത്രം കൈവിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അവര് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഉവ്വച്ചാ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓ കർത്താവേ, നിന്റെ നാമത്തിൻ്റെ ശക്തി, നിന്റെ അധികാരത്തിൻ്റെ ശക്തി, നിന്റെ തിരുരക്തത്തിൻ്റെ ശക്തി, നിന്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തി ഈ മകളുടെ തലച്ചോറിലേക്ക്, ഈ മകളുടെ ഞരമ്പിലേക്ക്, ഈ മകളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പ്രവഹിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാനും ആ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങൾ സാക്ഷികളാണ്. 1 മിനിറ്റ് കൊണ്ട് അത്രയും നേരം കിടന്ന് പെടഞ്ഞ് 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 നിലവിളിച്ചു കൊണ്ടിരുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തി, അവള് പുഞ്ചിരിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതാണ്
ആ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച അതേ അത്ഭുത പ്രവർത്തനങ്ങൾ ഇന്നും കത്തോലിക്ക സഭ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ by the same power of the Holy Spirit continue the same mission of Jesus. കർത്താവ് യേശുവിൻ്റെ അതേ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഈശോയെ ആരാധന. ഈ ഒരു കാലഘട്ടത്തില് അനവധി മാതാപിതാക്കള് വൈദികരുടെ അടുത്ത്, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വരാറുണ്ട്. എൻ്റെ അടുത്ത് അനവധി പേര് വരാറുണ്ട്. അവർ വന്ന് പറയും, അച്ഛാ എൻ്റെ മകന് ഇൻ്റർനെറ്റിൻ്റെ ബാധ കൂടിയിരിക്കുകയാണ്, ടെലഫോണിൻ്റെ ബാധ കൂടിയിരിക്കുകയാണ്. ചിലർ വന്ന് പറയും, എൻ്റെ മകന് അക്രമാസക്തമായ കോപമാണ്, എൻ്റെ മകൾക്ക് അക്രമാസക്തമായ കോപം. കാരണം ഇങ്ങനെ കോപം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ അവന് നിയന്ത്രിക്കാനാവുന്നില്ല. അതുപോലെ തന്നെ പിരിപിരിപ്പുകൾ, എൻ്റെ മകൻ്റെ മകളുടെ മേലുള്ള പിരിപിരിപ്പുകൾ, പിന്നെ അതിനേക്കാട്ടുപരിയുള്ള നിരാശ, മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഒത്തിരി മക്കളുടെ മേലുള്ള ആ ഒരു ദുരവസ്ഥകൾ. ചില മാതാപിതാക്കൾ വന്ന് പറയും, അച്ഛാ എൻ്റെ മകളൊരു ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുക, ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കാത്ത ഒരു ബന്ധം, ഞങ്ങൾ പറഞ്ഞ് മടുത്തച്ച, ഞങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തച്ച, ഈ ഒരു ബാധ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കത്താണച്ച. ഈ ദിവസങ്ങളിൽ വരെ അനവധി മാതാപിതാക്കന്മാരാണ് എന്നോട് വന്ന് പറഞ്ഞത്, ഞങ്ങൾ ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുക, ഞങ്ങൾ ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുക. ചില ബന്ധങ്ങൾ ചില വ്യക്തികളുടെ ഈ കൂടോത്രത്തിൻ്റെ മന്ത്രവാദത്തിന് അടിമപ്പെട്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പലരും പെട്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു ദുരാത്മാവിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി അനവധി മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ അച്ഛന്മാരുടെ അടുത്തൊക്കെ വരാറുണ്ട്. ചില അമ്മമാർ വന്നൊരു, അച്ഛൻ മയക്കുമരുന്നിന് അടിമയാ, മദ്യത്തിനടിമയാ, എൻ്റെ ഭർത്താവ് അടിമയാ, എൻ്റെ ഭാര്യ അടിമയാ, തഴക്കദോഷങ്ങൾ, വ്യഭിചാരത്തിനടിമ, സ്വയംഭോഗത്തിനടിമ, തഴക്കദോഷങ്ങൾക്കടിമ, നുണ പറയുന്നതിന് അടിമ, കുറ്റം പറയുന്നതിൽ അടിമ, അങ്ങനെ പല വിധത്തിലുള്ള അടിമത്തങ്ങൾ. മകനും മകളും എല്ലാം പിശാച് കൂടിയതുപോലെ പെരുമാറുന്നു. ചില അമ്മമാരൊക്കെ പറയും, അവൻ ചില സമയത്ത് അച്ഛാ എൻ്റെ മകനല്ല, എൻ്റെ മകളല്ല, പിശാച് കൂടിയതുപോലെയാണ്. വെറുപ്പും വിദ്വേഷവും വെച്ച്, ക്ഷമയില്ലാതെയുള്ള പെരുമാറ്റം, സഹോദരനോട് സഹോദരിയോട് അസൂയ വെച്ച്, ഉള്ളിൽ കലഹം വെച്ച്, വെറുപ്പ് വെച്ച് പുലർത്തുന്നവര്, അലറുന്ന, എറിഞ്ഞുടക്കുന്ന, ഇറങ്ങിപ്പോകുന്ന, ഉപദ്രവിക്കുന്ന, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, സഹോദരങ്ങളെ ഉപദ്രവിക്കുന്ന, അയൽവാസികളെ ഉപദ്രവിക്കുന്ന ദുരാത്മാക്കള് ഞങ്ങളുടെ മേലുണ്ടച്ച, ഞങ്ങളുടെ മക്കളുടെ മേലുണ്ടച്ച, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് അനവധി പേര് വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 395 പഠിപ്പിക്കുകയാണ്, ദൈവത്തോടും ദൈവരാജ്യ സാക്ഷാത്കാരത്തോടും സാത്താന് വലിയ വെറുപ്പാണ്. ദൈവത്തോടും ദൈവരാജ്യം സാക്ഷാത്കാരത്തോടും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നത്, പ്രാർത്ഥന ഉണ്ടാകുന്നത്, ഐശ്വര്യമുണ്ടാകുന്നത്, സ്നേഹമുണ്ടാകുന്നത് സ്വർഗരാജ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. എന്നാൽ ഇത് പിശാചിന് ഇഷ്ടമല്ല. നമ്മുടെ മക്കൾ പള്ളിയിൽ പോകുന്നത്, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല. അപ്പം നമ്മുടെ ഭവനങ്ങളിൽ ബാധയുടെ ദുരാത്മാവിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. അവിടെ കലഹത്തിൻ്റെ ദുരാത്മാവിനെ കൊണ്ടുവരും. ഇത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുക, ഈ പൈശാചിക ശക്തിയുടെ ആക്രമണത്താൽ നമ്മളുടെ മേൽ ശാരീരികവും മാനസികവുമായ വലിയ തകർച്ചകൾ നമുക്ക് നേരിടാമെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 395 പഠിപ്പിക്കുകയാണ്.
പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ ഈശോയേ, എന്ന് വിളിച്ച എല്ലാരും ഈശോയേ, ഈശോയേ, നമ്മുടെ ഭവനത്തിന് വേണ്ടി വിളിച്ച ഈശോയേ, ഈശോയേ, നമ്മുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് വിളിച്ച ഈശോയേ, ഈശോയേ, നമ്മുടെ ബിസിനസ്സിനെ സമർപ്പിച്ച് വിളിച്ച ഈശോയേ, ഈശോയേ, നമ്മുടെ കഠിനാധ്വാനങ്ങളെ സമർപ്പിച്ച് വിളിച്ച ഈശോയേ, ഈശോയേ, നമ്മുടെ കൃഷിയിടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയേ, ഈശോയേ, നമ്മുടെ കുടുംബത്തിൽ ദുരാത്മാക്കൾ വിട്ടുമാറാൻ വേണ്ടി വിളിച്ച ഈശോയേ. ഈശോയേ. നമുക്ക് ആ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ അടുത്ത് വരാം. അവൾ വന്ന് പറഞ്ഞു തൻ്റെ മകൾക്ക് പിശാച് ബാധയാണ്. ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ ആ സീറോ ഫിനീഷ്യൻ സഹോദരിയുടെ മകളുടെ മേലുണ്ടായിരിക്കണം. ഒന്നെങ്കിൽ കലഹമായിരിക്കാം, മുൻകോപമായിരിക്കാം, അക്രമാസക്തമായ കോപമായിരിക്കാം, തളർച്ചയായിരിക്കാം, ചിലപ്പോൾ മാനസിക പീഡയായിരിക്കാം, അല്ലെങ്കിൽ പിശാചിൻ്റെ ആവാസമായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് ആ സഹോദരി എന്ന് പറഞ്ഞു എൻ്റെ മകൾക്ക് പിശാച് ബാധയാണ്. സാധാരണഗതിയിൽ പിശാച് ബാധ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ സാത്താൻ ആവസിച്ച്, അതായത് ഈ നെഗറ്റീവ് എനർജി വന്നങ്ങോട്ട് നിറഞ്ഞ് അവൻ്റെ നിയന്ത്രണം ഈ സാത്താൻ അങ്ങോട്ട് ഏറ്റെടുക്കും. അവരാണ് നമ്മൾ ഉപദേശിച്ചാൽ അവർ അത് ശ്രദ്ധിക്കില്ല. അവരെ ധ്യാനം കൂടാനായിട്ട് വിട്ടാൽ അവർ നന്നാവില്ല. കാരണം അവൻ്റെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുക്കുകയാണ്. അവനാണ് വെറുപ്പ്, കലഹം, വൈരാഗ്യം, അഹങ്കാരം, സ്വാർത്ഥത. ഇതുമൂലം ആ വ്യക്തി അവന് സ്വയമായിട്ട് അവന് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവില്ല, അവന് തോറ്റുകൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല, അവന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അവനെന്താ ചെയ്യുക? അവനിങ്ങനെ ഈ പൈശാചിക ശക്തിയാൽ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അവന് അസൂയായിരിക്കും. സഹോദരങ്ങളുടെ ഉയർച്ചയിൽ ഭയങ്കര അസൂയായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള പീഡകൾ, അതായത് ഒരു സാത്താൻ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞാൽ സാത്താൻ ഒരു വ്യക്തിയിൽ ഇങ്ങോട്ട് ആവസിച്ച് അവൻ്റെ സ്വഭാവത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കും. എന്നിട്ട് അവൻ്റെ സ്വഭാവ വൈകല്യങ്ങളിലാണ് അവൻ ശക്തിപ്പെടുക. അവൻ്റെ കുറ്റം പറയുന്ന സ്വഭാവം, നുണ പറയുന്ന സ്വഭാവം, തഴക്കദോഷങ്ങൾ, ഇവയിൽ അവൻ പ്രബലപ്പെടുകയും എന്നാൽ സ്നേഹം, ദയ, കരുണ, എളിമ, വിട്ടുവീഴ്ച, തോറ്റുകൊടുക്കുന്ന മനോഭാവം, ഇതെല്ലാം അവനിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന സ്വഭാവം, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സ്വഭാവം, ഇതെല്ലാം അവനിൽ ഇല്ലാതാകുകയും അഹങ്കാരത്തിൻ്റെയും തലക്കനത്തിൻ്റെയും ആ ഒരു പൈശാചികത അവനിൽ വന്ന് നിറയുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ആ അത്തരത്തിലുള്ള വ്യക്തിയെ, അത് യുവാവായിക്കൊള്ളട്ടെ, യുവതിയായിക്കൊള്ളട്ടെ, അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ഭാര്യയായിക്കൊള്ളട്ടെ. ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ചില ചീത്ത കൂട്ടുകെട്ടുകൾ വന്ന് പെടുമ്പോൾ ഈ പിശാചാണ് അവർ വന്ന് ആവസിച്ചിട്ടുള്ളതെങ്കിൽ ആരുപദേശിച്ചാലും അവരുടെ കുടുംബത്തേക്കാൾ വലുത് അവർ ആ ചീത്ത കൂട്ടുകെട്ടിന് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ലാത്ത ഭർത്താവ് ഏത് നേരം ഫോണിൽ കൂട്ടുകാരിയോട് സംസാരിക്കുന്നെന്ന് പറയുന്നത് കേൾക്കുന്നത്. ഭർത്താവിനോട് സംസാരിക്കാൻ പിശുക്ക് കാണിക്കുകയും ഇങ്ങനെ ടെലഫോണുകളിലൂടെ മറ്റും കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പൈശാചികതയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള വ്യക്തികളെ ആർക്കും നിയന്ത്രിക്കാനാവില്ല, ഒരു മനുഷ്യനും നിയന്ത്രിക്കാനാവില്ല. അവരുടെ ജീവിതം പിശാച് തകർത്ത് കളയും. അവരുടെ കുടുംബത്തെ തകർക്കും, അവരുടെ സന്തോഷത്തെ തകർക്കും, അവരുടെ ഐശ്വര്യത്തെ തകർക്കും, അവരുടെ സമ്പത്തിനെ തകർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വിവേകത്തോടെ ജ്ഞാനത്തോടെ നമ്മൾ വ്യാപരിക്കണം. ഇത്തരത്തിലുള്ള ആവാസം, ഇങ്ങനെയുള്ള പിശാചുബാധ ദൈവശാസ്ത്രത്തിന് നിഷേധിക്കാനാവാത്ത സുവിശേഷ സത്യമാണ്. നമ്മൾ ഓർക്കും, ഇത് കേൾക്കുമ്പോൾ പലരും ഓർക്കും ഇതെങ്ങനെയാ പിശാച് ആവാസം ഉണ്ടോ? അച്ഛൻ സംസാരിക്കുന്നത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സുവിശേഷത്തെ വിശ്വാസികൾക്ക് നിഷേധിക്കാനാവില്ലല്ലോ. അപ്പോൾ പിശാചിൻ്റെ ആവാസം, തിന്മയുടെ സ്വാധീനം ദൈവശാസ്ത്രത്തിന് നിഷേധിക്കാനാവാത്ത സുവിശേഷ സത്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ കൺവെൻഷനിലൂടെ നമ്മുടെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ പീഡകൾ ഉണ്ടെങ്കിൽ ഈ ബൈബിൾ കൺവെൻഷനിലൂടെ
ഈ സുവിശേഷ അഗ്നിയിലൂടെ, ഈ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ ഷെക്കേന മിനിസ്ട്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏത് തരത്തിലുള്ള പീഡയാണെങ്കിലും ശരി, കർത്താവ് അതെടുത്തു മാറ്റും. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഏതൊക്കെയാണ് ഇനി നമ്മുടെ ഭവനങ്ങളിലുള്ള പീഡകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സുവിശേഷം ഏതാണ് എന്തൊക്കെയാണ് പൈശാചിക പീഡ, തിന്മയുടെ സ്വാധീനങ്ങളെന്ന് പല മേഖലകളിലൂടെ, പല സംഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ അത് വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം നമുക്കിന്ന് വലിയ ഒരു ക്ലാസ് ആ മേഖലയിൽ എടുക്കാനായിട്ട് നമുക്ക് സമയമില്ല. എങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പീഡകളാണ് ഒരു കുടുംബത്തിൽ, ഒരു വിശ്വാസിയുടെ, ഒരു നല്ല ആത്മാവിനെ തകർക്കാൻ കഴിയുന്ന എത്തരത്തിലുള്ള പീഡകളാണുള്ളതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. അപ്പം നമ്മളിലുള്ള പീഡയുടെ ഒരു ലക്ഷണം വിശ്വാസത്യാഗമാണ്. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, വിശ്വാസ തകർച്ച നമ്മളിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ സാത്താൻ അവിടെ പ്രബലപ്പെടുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുടെ കുറവുകൾ കണ്ടു തുടങ്ങിയോ, അവിടെ ഉറപ്പിച്ചോ സാത്താൻ പതുക്കെ 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 ആ ഭവനങ്ങളിൽ, ആ വ്യക്തികളിൽ അവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ ഹല്ലേലൂയ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഏതെങ്കിലും തരത്തിലുള്ള പരിശുദ്ധ കുർബാനയോടുള്ള ദുരുപയോഗങ്ങള്, പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഏതെങ്കിലും വ്യക്തി കൊടുക്കാതിരിക്കുമ്പോൾ, കാരണം പരിശുദ്ധ കുർബാനയിൽ ഈശോ ദൈവത്തിൻ്റെ പുത്രൻ, സ്വർഗത്തിൻ്റെ ശക്തി സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുക. ആ പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും താല്പര്യവും ഏതെങ്കിലും ഒരു വിശ്വാസി കുറവ് വരുത്തിയാൽ ഓർക്കണം, അവൻ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ആ വ്യക്തിയുടെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ സാത്താൻ ആവസിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം അതിനർത്ഥം ഈശോ ആ ഭവനത്തിലോ, ആ ഹൃദയത്തിലോ, ആ ആത്മാവിലോ ഇല്ല. അപ്പം അതിൻ്റെ പരിണിത ഫലമാണ് പരിശുദ്ധ കുർബാനയെ ധിക്കരിക്കൽ, പരിശുദ്ധ കുർബാനയെ ദൂഷണം പറയൽ, പരിശുദ്ധ കുർബാനയുടെ ദുരുപയോഗങ്ങൾ. ഇപ്പം സാത്താൻ സേവക്കാർ പരിശുദ്ധ കുർബാന അവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ എനിക്കറിയാം, കോഴിക്കോട് പരിശുദ്ധ കുർബാനയെ മോഷ്ടിച്ചു കൊണ്ടുപോയ 2 വ്യക്തികളുടെ അവസ്ഥ വളരെ ഗതികേടായി മാറിയായിരുന്നു. എന്നാൽ സാത്താൻ അവരെ ആവസിച്ച് വലിയ ദുരന്തത്തിലേക്ക് അവർ കടന്നുപോയത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന സംഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള തീഷ്ണമായ സ്നേഹവും, പരിശുദ്ധ കുർബാനയോടുള്ള ആദരവും, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും, പരിശുദ്ധ കുർബാനയിൽ നിരന്തരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പൈശാചിക പീഡകൾ, ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ, അന്ധകാര ശക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. ഒരമ്മ ഒരിക്കൽ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഉപദേശിച്ച് നോക്കി അച്ഛാ, കൗൺസിലിംഗ് കൊടുപ്പിച്ചു അച്ഛാ, ധ്യാനം കൂടിപ്പിച്ചു അച്ഛാ. ഞാനൊരു മന്ത്രം അങ്ങോട്ട് കൊടുത്തു. വേറെ ഒന്നുമല്ല, പ്രിയപ്പെട്ട സഹോദരി, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നിന്റെ മകന് വേണ്ടി നിരന്തരം അങ്ങോട്ട് പ്രാർത്ഥിച്ച്, ആ മകൻ്റെ വേണ്ടി ഭക്തിയോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച്, അങ്ങനെ നിരന്തരമായ കുർബാന സ്വീകരണത്തിലൂടെ എനിക്കറിയുന്ന ഒരു സംഭവമാണ് ആ ഒരു മകൻ്റെ മാനസാന്തരം അവിടെ നടന്നതായിട്ട് എനിക്കറിയാം. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പിന്നെ പൈശാചിക പീഡകളുടെ ലക്ഷണങ്ങളാണ് ദൈവദൂഷണം, ദൈവത്തെ ദൂഷിക്കുന്ന. കാരണം നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമുക്കറിയാം, പലരും ദൈവത്തെ തള്ളിപ്പറയുന്നത് സാത്താൻ്റെ ലക്ഷണമാണ്. ആ ഭവനത്തിൽ ദൈവദൂഷണം സാത്താൻ്റെ ലക്ഷണമാണ്. അഹങ്കാരം, അമിതമായ ജഡികാസക്തി, നേരത്തെ സൂചിപ്പിച്ച അക്രമാസക്തമായ കോപം, അസൂയ, അമിതമായ ജഡികാസക്തി, അമിതമായ ദ്രവ്യാസക്തി, ദൈവ ശുശ്രൂഷകരെ പീഡിപ്പിക്കൽ. വളരെ ശ്രദ്ധിച്ചോ, ദൈവ ശുശ്രൂഷകരെ വിമർശിക്കൽ. നമുക്കറിയാം, 1-2 സംഭവങ്ങളുടെ മേൽ അത് പറഞ്ഞുകൊണ്ട് പള്ളിയെ ഉപേക്ഷിക്കുന്നവർ, ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ, അവരോർക്കും അവർ വലിയ കാര്യമാണ് ചെയ്തതെന്ന്. പക്ഷെ അവരോർക്കണം, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ സാത്താൻ നിന്റെ മേൽ ആവസിക്കും. സാത്താൻ ഒരുപക്ഷെ താൽക്കാലികമായ സുഖങ്ങളും താൽക്കാലികമായ വിജയങ്ങളും നിനക്ക് നൽകും. പക്ഷേ ഏറ്റവും അവസാനം
ദൈവമില്ലാതെ വരുമ്പോൾ നിന്റെ ജീവിതം വലിയ ദുരന്തത്തിൽ ചെന്നുപെടും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. മാതാപിതാക്കളെ ഉപദ്രവിക്കല്, ദൈവത്തോടും വിശുദ്ധ വസ്തുക്കളോടുള്ള അവജ്ഞ, സാത്താന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിയകൾക്ക് ചെന്ന് അടിമപ്പെടല്, സാത്താൻ സേവ, മന്ത്രവാദം, കൈനോട്ടം, മഷിനോട്ടം, ഇതെല്ലാം നിന്റെ മേല് സാത്താൻ ആവസിക്കുന്നതിനിടവരും. താൽക്കാലികമായ വിജയങ്ങൾ ഒരുപക്ഷെ നിനക്ക് ലഭിക്കാം. കാരണം ഇവൻ ആഗ്രഹിക്കുന്ന എന്താ? നിന്റെ ആത്മാവിൻ്റെ നാശമാണ്. ഈ സാത്താൻ ആഗ്രഹിക്കുന്നത് നിന്റെ ആത്മാവിൻ്റെ നാശമാണ്. ഇപ്പം തൽക്കാലം നിനക്ക് കുറച്ച് വിജയങ്ങളൊക്കെ നൽകിയാലും ഏറ്റവും അവസാനം കൊണ്ടുപോയി നിന്നെ വലിയ ദുരന്തങ്ങളിൽ കൊണ്ടുപോയി ഇടും. വലിയ വലിയ ബിസിനസ്സുകാർ പിന്നീട് വലിയ ദുരന്തങ്ങളിൽ ചെന്ന് പെട്ട ചരിത്രങ്ങളൊക്കെ നമുക്ക് പലർക്കും അറിയാം. പല സംഭവങ്ങളും ഞങ്ങൾക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സാത്താൻ സേവ, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രക്രിയ, ഇതിനൊക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാനാവാത്ത വിധം സാത്താൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ബന്ധനത്തിലാക്കുമെന്ന കാര്യം നീ വിവേചിച്ചറിയണം. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പിന്നെ കടുത്ത നിരാശ, അതൊക്കെ സാത്താൻ്റെ പീഡകളുടെ ലക്ഷണങ്ങളാണ്. സംശയരോഗങ്ങൾ, ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, അയൽവാസികളെ സംശയം, അങ്ങനെ അതും പൈശാചിക പീഡയുടെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് മനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അത്ഭുതകരമായ വിടുതൽ നിനക്ക് ലഭിക്കും. നീരസം, വെറും കണ്ടുകൂടായിക, അയൽവാസിനെ വെറും കണ്ടുകൂടായിക. എന്നാൽ അവരൊരു ദ്രോഹം ഇങ്ങോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അയൽവാസിനെ കണ്ടുകൂടാ. ഇത് അയൽവാസിയുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ മേലുള്ള പൈശാചികതയാണ്. ദൈവസ്നേഹത്തിൻ്റെ കുറവാ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കുറവാ, പരിശുദ്ധാത്മാവിൻ്റെ കുറവാ. നമുക്ക് അയൽവാസിനെ കണ്ടുകൂടാ, അയൽവാസിയെ കണ്ടുകൂടാ. നീരസം, വെറും കണ്ടുകൂടായിക, ഇത് നിന്റെ മേലുള്ള ഒരു പൈശാചിക പീഡയുടെ ലക്ഷണമാണെന്ന് നീ തിരിച്ചറിയണം. പിന്നെ അപകടം പതിയിരിക്കുന്നിടത്തേക്കുള്ള എടുത്തുചാട്ടം, നമ്മുടെ റോട്ടിലൂടെയുള്ള വാഹനങ്ങളിലുള്ള സ്പീഡിലുള്ള ഓട്ടങ്ങൾ, ബൈക്ക് യാത്രക്കാർ, അവർ ചെന്ന് അവസാനം എന്താ ചെയ്യുന്നത്? ദുർമരണങ്ങളിൽ ചെന്ന് പെടുകയാണ്. നോക്കിയ അസഹിഷ്ണുത, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന ചിന്ത, ഇത് പലരുടെയും പൈശാചിക പീഡയുടെ ലക്ഷണമാണ്. എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഈ അവസ്ഥയിലുള്ള മനോഭാവമുള്ളവർ മനസ്സിലാക്കണം, ഇത് എൻ്റെ മേലുള്ള പൈശാചിക പീഡയാണ്. പിന്നെ കുടുംബ തകർച്ച, ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ തകർച്ച, ആർക്കും പരിഹരിക്കാനാവാത്ത വിധം ഒരു തകർച്ച നേരിടുന്നുണ്ടെങ്കിൽ ഓർക്കണം, സാത്താൻ ആ കുടുംബത്തിൽ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പല സംഭവങ്ങളും നമ്മൾ കാണാം. പിശാചിൻ്റെ നേരിട്ടുള്ള ആവാസത്തിലൂടെ ഉള്ള പീഡകൾ, ആവാസങ്ങൾ, ഇപ്പം ഇത്തരത്തിലുള്ള അനവധിയായ എക്സ്ട്രാ ഫിനോമിനൻ, അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ഭയാനകമായ തിന്മ പ്രവർത്തിക്കുന്നവരിലാണ് സാത്താൻ കടന്നു വരുന്നത്. സഹോദരനെ ദ്രോഹിക്കുന്നവരിൽ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരിൽ, അയൽവാസികളെ ദ്രോഹിക്കുന്നവർ, സ്വത്ത് പിടിച്ചു പറിക്കുന്നവരിൽ, കൊട്ടേഷൻ നടത്തുന്നവർ, കൊലപാതകികളുടെ മേൽ സാത്താൻ കടന്നു വരും. ഒരു മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പൈശാചിക പീഡയാണെന്ന് നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ. ഇത്തരത്തിലുള്ള പീഡകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. ദേഷ്യം, വെറുപ്പ്, പക, അസൂയ, ഇത് നെഗറ്റീവ് എനർജികളാണ്. ഇത്തരത്തിലുള്ള പീഡകൾ പൈശാചിക പീഡയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ദൈവീക ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണം, വിവേചന ബുദ്ധി വേണം. അത് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോടുള്ള തുറവിയാണ്. ഒരു പീഡ പൈശാചിക പീഡയാണോ അതോ വെറും ശാരീരിക പീഡയാണോ? ശാരീരിക പീഡയാണെങ്കിൽ അത് മരുന്ന് കഴിക്കുമ്പോൾ മാറും. അപ്പം അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനോടുള്ള തുറവി നമുക്ക് ആവശ്യമാണ്. ബൈബിളിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്ക് നൽകുന്ന അഭിഷേകം ആവശ്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ. കാരണം ചില സന്ദർഭങ്ങളിൽ
പിശാച് ബാധയ്ക്ക് സമാനമായ നാഡീരോഗങ്ങളും ഞരമ്പിൻ്റെ തകരാറുകളും നിരവധിയുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ തെറ്റിദ്ധരിക്കും എല്ലാം പിശാചാണ്, എല്ലാം സാത്താനാണ്. അല്ല, നമ്മുടെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് വചനത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സന്ദർഭങ്ങളിൽ പിശാച് ബാധയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഞരമ്പിൻ്റെ തകരാറുകൾ, നാഡീവ്യൂഹങ്ങളുടെ തകരാറുകൾ, ഇതുമൂലം ചില വ്യക്തികളുടെ അസാധാരണമായ പെരുമാറ്റം, ബാധ കൂടിയതുപോലുള്ള പെരുമാറ്റങ്ങൾ, അവയെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയിൽ പിശാച് ബാധ യഥാർത്ഥത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാൻ കത്തോലിക്ക സഭ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അവ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, പിശാച് ബാധയുള്ളവർ വിരളമായിരിക്കും. പിന്നെ പിശാച് ഇങ്ങനെ വന്ന് ആവസിച്ച്, നേരത്തെ മറ്റുള്ള ഈ നിരാശ, വെറുപ്പ്, വിശ്വാസരാഹിത്യങ്ങൾ, ഇവരെല്ലാം ബോർഡർ ലൈനിലാണ്. ഇവർക്ക് ലഭിച്ച മാനുഷിക കഴിവുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം സാത്താന് അടിമപ്പെടുക, തിന്മയ്ക്ക് അടിമപ്പെടുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ മേലെ എപ്പോൾ വേണമെങ്കിലും പിശാചിന് വന്ന് ആവസിക്കാം. അപ്പം അതുകൊണ്ട് ഇപ്പം ചില ചേഷ്ടകളൊക്കെ കാണുമ്പോൾ എല്ലാം പിശാച് ബാധയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക വിക്ഷോഭങ്ങൾ പിശാച് ബാധയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ മേഖലകൾ കാണാനായിട്ട്. ഇനി സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാം. ഒരു വ്യക്തിയിൽ സാത്താനുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അയാൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: ദൈവദൂഷണമാണ്. ദൈവത്തെ തള്ളിപ്പറയും, പള്ളിയെ തള്ളിപ്പറയും. വളരെ എളുപ്പമാണ്. ഇനി പള്ളിയിൽ പോകാതിരിക്കാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ പള്ളിയെ, അത് ദേവാലയത്തെ, പുരോഹിതരെ തള്ളിപ്പറയുന്നവരുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയാവോ? അവൻ ദൈവത്തിൽ നിന്ന് അകലെയാ. സഭ പഠിപ്പിക്കുക, ഒരാളിൽ നെഗറ്റീവ് എനർജി, പിശാചിൻ്റെ ആവാസത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് പറയുന്നതിൽ ഒരു ലക്ഷണം ഇതാണ്: ദൈവദൂഷണം, ദൈവത്തെ എപ്പോഴും തള്ളിപ്പറയില്ല. രണ്ടാമത് വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയമാണ്. രണ്ട് സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒന്ന്, ഇത് എരുമേലിയിൽ നമുക്കറിയാം, നമുക്ക് വലിയ ആത്മായ വചനപ്രഘോഷകനുണ്ട്, നമ്മുടെ സന്തോഷ് കരുമാത്തറ ബ്രദർ. ഇപ്പം സന്തോഷ് കരുമാത്തറ ബ്രദറുമായിട്ട് ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട് വന്ന്, കോഴിക്കോട് ടൗണിലെ സെൻറ്റ് ജോസഫ് പള്ളിയിൽ 2014 വലിയൊരു കൺവെൻഷന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു ഡിസംബർ 6-ാം തീയതി കൺവെൻഷൻ അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകുമ്പോൾ 16,000-7,000 ആൾക്കാർ പള്ളി ഗ്രൗണ്ടിൽ നിറഞ്ഞിരിക്കുക. പെട്ടെന്ന് അവിടെ നല്ല വെയിലുണ്ടായിരുന്ന സമയം, ഒരു തുള്ളിക്കൊരു കുടം വെച്ച് പെട്ടെന്നൊരു വലിയ മഴ പെയ്യുകയാണ്. ഇപ്പം സന്തോഷ് ബ്രദർ എന്നെ വിളിച്ചു, അച്ഛാ നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് പെട്ടെന്ന് കർത്താവ് പറയാനായിട്ട് തന്ന ഒരു അഭിഷേകമാണ്. ഞങ്ങൾ രണ്ടുപേര് 16,000 പേര് സാക്ഷി നിൽക്കുക, നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ കൺവെൻഷൻ്റെ സമാപന ദിവസം ഈ മഴമേഘങ്ങളെ ഇപ്പോഴൊന്ന് ബന്ധിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പള്ളിയുടെ മുകളിലെ കുരിശിൻ്റെ അവിടെ നിന്ന് വെള്ള കീറുക എന്ന് പറഞ്ഞ പോലെ മഴമേഘങ്ങൾ പള്ളിയുടെ ഗ്രൗണ്ടിൻ്റെ 2 ഭാഗത്തേക്ക് പോകുന്നതും, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ സാക്ഷികളാണ്. അതായത് പള്ളി ഗ്രൗണ്ടിന് ചുറ്റും മഴ പെയ്യുമ്പോൾ കൺവെൻഷൻ ഗ്രൗണ്ടിൽ മഴയില്ലാത്ത അവസ്ഥ. ഈ ഒരു അത്ഭുത സാക്ഷ്യം പെട്ടെന്ന്, കാരണം ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദൈവ കർത്താവായ ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല. ഇത് പ്രകൃതിയുടെ കാറ്റിൻ്റെയും കടലിൻ്റെയും മഴയുടെയും അധിപനാണ് കർത്താവായ ഈശോ എന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ബ്രദർ സന്തോഷ് കരുമാത്തറെ പോലെ തന്നെ ആധുനിക സഭയുടെ, കേരള സഭയുടെ വലിയൊരു വചനപ്രഘോഷകനാണല്ലോ നമ്മുടെ സാബു അർദോട്ടി ബ്രദർ. ഇദ്ദേഹം സംഘടിപ്പിച്ച ഒരു കൺവെൻഷൻ്റെ സമാപന ദിവസം വചനം പറയാൻ വേണ്ടി എരുമേലിക്കടുത്ത് ഞാൻ പോവുകയുണ്ടായി. ഞങ്ങളിങ്ങനെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സഹോദരിയുടെ മേൽ ഒരു വലിയ പൈശാചിക പീഡ, അവരിങ്ങനെ കിടന്ന് ഉരുളാനും അവർ കിടന്ന് തുള്ളാനും
ഈ സമയത്ത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബെനഡിക്റ്റൻ കുരിശുമായിട്ട് അച്ഛൻ ആ സഹോദരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ലക്ഷണം, വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയം. അവിടെ വെഞ്ചരിച്ച വെള്ളമെടുത്ത് ഞാൻ ആ മകളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരൻ സാബു അറുതോട്ടി ബ്രദറിനോട് ചേർന്ന് നിന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഭയപ്പെടുകയാണ്. വിശുദ്ധ വെള്ളത്തെ ഭയപ്പെടുന്നു, വെഞ്ചരിച്ച ജലത്തെ ഭയപ്പെടുന്നു, വിശുദ്ധ കുരിശിനെ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ, നമ്മുടെ മക്കള്, നമ്മുടെ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, വിശുദ്ധ വസ്തുക്കളോട്, വചനത്തോട്, ബൈബിളിനോട് ഭയം തോന്നുന്നുണ്ടെങ്കിൽ, സഭ പഠിപ്പിക്കുകയാണ്, പള്ളിയിൽ പോകാൻ ഭയം തോന്നുന്നുണ്ടെങ്കിൽ, പള്ളി പോകാതിരിക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, പിശാചിൻ്റെ ആവാസം അവിടെ നമ്മുടെ വീടിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. അന്ന് എരുമേലിൽ വെച്ച് കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മകളെ ബാധിച്ചിരുന്ന ദുരാത്മാവ് അവിടെ ഉണ്ടായിരുന്ന ആയിരങ്ങളുടെ മുൻപിൽ വെച്ച് വിട്ടുമാറുകയും അവളുടെ മുഖം ചൈതന്യം കൊണ്ട് നിറയുകയും ചെയ്തു. ഇത്തരത്തിൽ വേറൊരു സംഭവം, ഇത് കോഴിക്കോടാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് അവളുടെ ഒരു സഹോദരി ബസ്സിനടിയിൽപ്പെട്ട് മരിക്കുന്നത് കണ്ട് അവൾ പിന്നീട് വലിയ മാനസികമായ തകർച്ചയിലേക്ക് വന്നു, ഡിപ്രഷനിലേക്ക് വന്നു. മരുന്ന് കഴിച്ചിട്ട് അവൾക്ക് മാറ്റമുണ്ടാകാത്തപ്പോൾ അവളെ പഠിപ്പിക്കുന്ന സിസ്റ്റർമാർ അവളെ കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയോ, ആ കുഞ്ഞിന് പള്ളിപ്പറമ്പിലേക്ക് കയറാൻ പ്രയാസം. അവളെ കൊണ്ടുവന്ന മാതാപിതാക്കൾ ബലം പ്രയോഗിച്ചാണ് അവളെ കൊണ്ടുവന്നത്. കുരിശിൻ്റെ അടുത്തേക്ക് അവൾക്ക് വരാൻ പറ്റുന്നില്ല. ഞാൻ ഈ കുരിശുമെടുത്ത് ആ കുഞ്ഞിൻ്റെ നേരെ ചെല്ലുമ്പോൾ വളരെ ഭയപ്പെടുന്ന രീതിയിലാണ് ആ കുഞ്ഞ് പെരുമാറുന്നത്. അവസാനം കുഞ്ഞിൻ്റെ മേൽ ബാധിച്ച ആ തിന്മകളെ കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിന് ഡെലിവറൻസ് കിട്ടിയപ്പോഴോ അത്രയും നേരം ഇങ്ങനെ പൈശാചികമായ ആ ഒരു മുഖം കാണിച്ചിരുന്ന കുഞ്ഞ് നല്ല തെളിച്ചമുള്ള, നേരത്തെ ഞാൻ ആ മാഷിൻ്റെ ആ മകളുടെ കാര്യം പറഞ്ഞില്ലേ, നല്ല അഭിഷേകമുള്ള ആ മാഷിൻ്റെ കുഞ്ഞ് എൻ്റെ റൂമിൽ ഇങ്ങനെ ഓടി നടന്നതുപോലെ ഈ 9ാം ക്ലാസ്സുകാരത്തിയായ കുഞ്ഞും അത്രയും നേരം എന്നെ നോക്കി പല്ലിറുമ്പുകയും തുപ്പുകയും ബഹളം വയ്ക്കുകയും മുഖത്തടിക്കാൻ വരികയും ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പൈശാചിക പീഡകളുടെ ആവാസങ്ങളുടെ ചില ലക്ഷണങ്ങളെന്ന് പറയുന്നത് വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയമാണ്. വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയമാണ്. അപ്പം അത് ഒരു ലക്ഷണമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, അപരിചിതവും അജ്ഞാതവുമായ ഭാഷ ഉപയോഗിക്കും ഈ ബാധയുള്ളവർ. ഒരിക്കലും ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. വലിയൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ കാറ്റഗിസം ഹെഡ്മിസ്ട്രസ്സായ സിസ്റ്റർ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് 2 പേർക്കും കൂടി ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്രയും നേരം ശാന്തനായിട്ട് നിന്നിരുന്ന ആ വ്യക്തി ഒരു ഭ്രാന്തനെ പോലെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭാഷയിൽ അലറാൻ തുടങ്ങി. ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഈ മകൻ വന്നു. ആ സിസ്റ്റർ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പേടിച്ചോടിപ്പോയി ആ വാതിലിന് സൈഡിൽ പോയിരുന്ന് ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. ഈശോയ്ക്ക് ആ മകനെ സുഖപ്പെടുത്താൻ കഴിവുണ്ട് എന്ന് അച്ഛൻ അറിയാമായിരുന്നു. In the name of Jesus power എന്ന് പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മകന് അത്ഭുതകരമായ ഡെലിവറൻസ് കിട്ടി. വലിയ സന്തോഷത്തോടെയാണ് ആ മകൻ ഞങ്ങളുടെ പള്ളിമേടയിൽ നിന്ന് പോയത്. പറഞ്ഞ ഹല്ലേലൂയ. വചനപ്രഘോഷകരും ദൈവശാസ്ത്ര പണ്ഡിതന്മാരും പിശാചിൻ്റെ ആവാസത്തിന് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ചില ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരുടെ മേൽ വന്ന് പറയുന്നത്? ഒന്ന്, നമ്മുടെ മേൽ എങ്ങനെയാണ് പിശാചബാധ ഉണ്ടാകുന്നത്? ദൈവശാസ്ത്ര പണ്ഡിതരും വചനപ്രഘോഷകരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്,
അനുദപിക്കാത്ത പാപം. അനുദപിക്കാത്ത പാപം. ഒരുവൻ മാരക പാപം ചെയ്യുമ്പോൾ ദൈവിക പദ്ധതിയുടെ എതിരാളിയായ പിശാച് അയാളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്കും കടന്നു വരുന്ന ഒരു വ്യക്തി മാരക പാപത്തിന് അടിമപ്പെട്ട് വ്യഭിചാരം, കൊലപാതകം, കൊള്ള ഇങ്ങനെ മാരക പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് പിശാച് കടന്നു വരുന്നു. ദൈവിക പദ്ധതിയുടെ എതിരാളിയായ പിശാച് ആ ഭവനത്തിലേക്ക് കടന്നു വരിക. അതോടെ ദൈവകൃപ ആ വ്യക്തിയിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ വിട്ടുപോകുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുന്നു. കാരണം ഒരാൾ മാരകപാപം ചെയ്യുമ്പോൾ, കൊലപാതകം ചെയ്യുമ്പോൾ, വ്യഭിചാരത്തിന് അടിമപ്പെടുമ്പോൾ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ അനുദപിക്കുമ്പോൾ, എൻ്റെ ഈശോയെ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവകൃപ ആ ഭവനത്തിന് തിരികെ കിട്ടുന്നുണ്ട്. നമ്മുടെ കൊച്ചുമാത്യു അച്ഛൻ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന കൊച്ചുമാത്യു അച്ഛനാണ് ഈ മേഖലയിൽ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരാളിങ്ങനെ നിരന്തരം പാപം ചെയ്യുമ്പോൾ അയാളുടെ ഭവനത്തിലേക്കുള്ള വഴി അയാൾ പിശാചിന് വേണ്ടി വഴി വെട്ടി ഒരുക്കുകയാണ്. അനുദപിക്കാതെ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ അയാളുടെ ഭവനത്തിൻ്റെ വാതിൽ പിശാചിന് വേണ്ടി തുറന്നു കൊടുക്കുക. പിന്നെയും അനുദപിക്കാതെ പാപത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ഭവനത്തിൽ പിശാച് വാസം ഉറപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഈശോയേ, എല്ലാവരും വിളിച്ച ഈശോയേ. അപ്പോൾ പൈശാചിക ശക്തികൾ ഒരു ഭവനത്തിൽ പ്രബലപ്പെടുന്നത് എങ്ങനെയാണ്? അനുദപിക്കാതിരിക്കുമ്പോഴാണ്. നമുക്ക് തെറ്റുകുറ്റങ്ങൾ വരും, മനുഷ്യരാണ്, നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകും. പക്ഷേ സഭ പഠിപ്പിക്കുന്നത് നാം അനുദപിക്കണം, പശ്ചാത്താപിക്കണം. ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ടല്ലോ, പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 1-2. മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? വചനം പറയാ, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നീ പ്രാർത്ഥിക്കുക. നിന്റെ മേലുള്ള ഇങ്ങനെ പാപത്തിൻ്റെ തഴക്കദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, അവയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം മകനെ. സ്വർഗത്തിൽ നിന്നെന്ന പോലെ നീ സ്വർഗത്തിൽ നിന്ന് ശക്തി വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് വചനം പറയാ, സർപ്പത്തിൽ നിന്നെന്ന പോലെ നീ ഓടി അകലണം പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ സർപ്പം നിന്നെ കൊത്തും. ഈ കൊത്തിലിന് സിംഹത്തിൻ്റെ പല്ലുകളാണ് പാപത്തിനുള്ളത്. ഇത് നിന്റെ ജീവൻ അപഹരിക്കും. അപ്പം അതുകൊണ്ട് അനുദപിക്കാത്ത പാപം അവിടെ എന്ത് പറ്റും? ഈ ദുഷ്ടാരൂപികൾ അവരുടെ ജീവിതത്തിൽ പ്രബലപ്പെടാനായിട്ട് ഇടവരും. രണ്ടാമത്തേത് ഉണങ്ങാത്ത മുറിവ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉണങ്ങാത്ത മുറിവ് അവിടെ കിടക്കും. ഒരു ക്രിസ്ത്യാനി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടെ പങ്കെടുക്കുമ്പോൾ ആന്തരികമായ സൗഖ്യം ലഭിക്കും. ഒരു ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലൂടെ കടന്നു പോകാതെ വരുമ്പോൾ ഉണങ്ങാത്ത മുറിവ് അവിടെ അങ്ങനെ കിടക്കും. ക്ഷമിക്കാൻ പറ്റാത്ത മുറിവ്, വെറുപ്പിൻ്റെ, വിദേശത്തിൻ്റെ, പകയുടെ. ഒരിക്കൽ ഒരു സഹോദരി, ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭർത്താവ് തൻ്റെ ഭാര്യയെ തൻ്റെ ചേട്ടനെ ഏൽപ്പിച്ചു കൊടുത്തു. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, എൻ്റെ ഭാര്യനെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കിക്കൊള്ളാം, പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കോ. അങ്ങനെ പൊന്നുപോലെ തന്നെയാണ് ആരംഭ കാലഘട്ടത്തിൽ ഈ ഭർത്താവ്, ഈ ചേട്ടൻ തൻ്റെ അനിയൻ്റെ ഭാര്യയെ നോക്കിയത്, ഭാര്യയും കുഞ്ഞുങ്ങളെ.
പക്ഷേ നോക്കിക്കേ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ സഹായിക്കാനായിട്ട് അനിയൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പാപത്തിൻ്റെ ദുർമോഹത്തിൻ്റെ ദുരാത്മാവ് അയാളിൽ പ്രബലപ്പെടാൻ തുടങ്ങി. അയാളിൽ ഒരിക്കലും പാടില്ലാത്ത ദുരാശ, തൻ്റെ അനിയൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ദുരാശ, ഇതിങ്ങനെ വന്ന് അത് തുടക്കത്തിൽ നുള്ളിക്കളയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, മക്കളെ സാത്താന് ഇടം കൊടുക്കല്ലേ. സാത്താന് നിന്റെ ജീവിതത്തിൽ തുടക്കത്തിൽ ഇടം കൊടുക്കരുത്, തുടക്കത്തിൽ അതങ്ങോട്ട് നുള്ളിക്കളയണം. ഇതുപോലെയാണ് പാപത്തിന്, പാപപ്രേരണകൾക്ക് തുടക്കത്തിലേ അതങ്ങോട്ട് നുള്ളിക്കളയണം. ഇല്ലെങ്കിൽ ഇവനെന്ത് ചെയ്യും? നിന്നെയും കൊണ്ടേ പോകുകയുള്ളൂ. അത്തരത്തിലുള്ള സംഭവം. ഈ ചേട്ടന് ഈ തൻ്റെ അനിയൻ്റെ ഭാര്യയോട് ഒരു ഒരു താല്പര്യം തോന്നുകയും, ഒരു പൈശാചികമായ താല്പര്യം. ഇതുകൊണ്ട് അവളോട് പറഞ്ഞു, എടി എനിക്ക് നീയുമായിട്ട് പാപം ചെയ്യണം. അവൾ നല്ല ക്രിസ്ത്യാനിയാണ്. അവൾ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്തായി പറയണത്? ഞാൻ അനിയൻ്റെ ഭാര്യയാണ്, ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്നാൽ ഈ ദുഷ്ടാരൂപി തുടക്കത്തിൽ നുള്ളിക്കളയാതിരുന്നത് കൊണ്ട് ഈ പിശാച് അയാളിൽ ആവസിച്ചു. ഒരു ദിവസം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് ഇയാൾ അനിയൻ്റെ ഭാര്യയെ കയറിപ്പിടിച്ചു. അവള് പല്ലും നഖവും എടുത്ത്, കാരണം അവള് സത്യക്രിസ്ത്യാനിയാ, വചനം വായിക്കുന്നവളാ. അവള് ദുഷ്ടാരൂപി അവളുടെ ജീവിതത്തിൽ പ്രബലപ്പെടാൻ അവൾ അനുവദിക്കില്ല. അവള് ഈശോയുടെ നാമത്തിലാണ്, ആൾത്താരുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് അവള് പരിശുദ്ധ കുർബാന സ്വീകരിച്ചത്. അവൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചത്. അതുകൊണ്ട് തൻ്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കാൻ അവള് ഒരിക്കലും സമ്മതിച്ചില്ല. അവൾ പല്ലും നഖവും എടുത്ത് പ്രയോഗിച്ച് അവളുടെ ആ ചേട്ടനെ അവൾ പടിക്ക് പുറത്താക്കി. നോക്കിക്കെ, പിശാച് ഈ ചേട്ടനിൽ ആവസിക്കുന്നത്. ഇവനിൽ ഈ ചേട്ടൻ്റെ മേല് വൈരാഗ്യത്തിൻ്റെ ദുരാത്മാവ് വന്നങ്ങോട്ട് നിറയുക. അയാൾ പുറത്തേക്ക് ഇറങ്ങിയത്, എടി നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെടി. മുറിവേറ്റ സിംഹത്തെ പോലെ, ചവിട്ടേറ്റ സർപ്പത്തെ പോലെയാണ് അയാൾ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സംഭവ കഥ ഇങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരിക. വന്ന പാടെ, ഇതാണ് ഒരു പിശാച് ഒരു കുടുംബത്തെ ആക്രമിച്ച് കഴിയുമ്പോൾ, നേരത്തെ സ്വർഗം പോലിരുന്നൊരു കുടുംബമാണ്. വന്ന പാടെ ഇവളെ ഈ ഭാര്യയെ അടിക്കുകയാണ്, മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് നിലത്തിട്ട് ചവിട്ടുക. കാരണം ദൈവത്തിൻ്റെ കൃപ ആ ചേട്ടനിലൂടെ ആ കുടുംബത്തെ നഷ്ടപ്പെടുക. അവിടെ എന്താണെന്ന് കേൾക്കാനുള്ള, പരസ്പരം പറയാനും പരസ്പരം സംസാരിച്ച് തെറ്റിദ്ധാരണകൾ നീക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ല. ഇതാണ് പിശാച് വന്ന് കീഴടക്കി കഴിയുമ്പോൾ. വന്നപാട് ഇവളെ പിടിച്ചങ്ങോട്ട് ചവിട്ടി അടിച്ച് അവസാനം ഒന്നും മിണ്ടാതെ നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. ഒരാഴ്ച 2 ആഴ്ചയായിട്ട് അയാൾ അവിടെ ഉണ്ടായി. പക്ഷെ ഭാര്യയുമായിട്ട് സംസാരിച്ചു പോലും ഇല്ല. എന്നിട്ട് തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. ഈ ഭാര്യയുടെ അവസ്ഥ, അവൾ വലിയ നിരാശപ്പെടുകയാണ്. അവളുടെ മേലിങ്ങനെ നിരാശയുടെ ദുരാത്മാവ് വരികയാണ്. പിന്നീട് ആത്മഹത്യയുടെ ദുരാത്മാവും അവളെ വന്ന് ബാധിക്കുക. ഞാൻ ഇനി എന്തിനു ജീവിക്കണം? ഞാൻ വേശ്യയെന്ന് മുദ്ര കുത്തപ്പെട്ടില്ലേ? കാരണം ഈ ചേട്ടൻ അനിയനെ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ കിടക്കുന്നത് ഞാൻ കണ്ടടാ. നോക്കിക്കേ, പരദൂഷണത്തിൻ്റെ ദുരാത്മാവ്, ദുഷ്ടതയുടെ ദുരാത്മാവ്. ഈ ചേട്ടൻ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ അനിയൻ ഗൾഫിൽ നിന്ന് വന്ന് ഈ ഭാര്യയെ മുടിക്കുത്തിപ്പിടിച്ച് നിലത്തിട്ട് ചവിട്ടിയത്, ആ കുടുംബം തകർത്തത്. ഇനി വേറെയോ ആ ദുരാത്മാവ് കടന്നു വരുന്നത് കണ്ടോ? ഇവളിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ഇനി ആത്മഹത്യ ചെയ്താൽ മതി. കണ്ടോ, ആത്മഹത്യയുടെ ദുരാത്മാവ് ആ വീട്ടിലേക്ക് കടന്നു വരിക. രണ്ടാമത്തത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെന്ത് ചെയ്യും? അതുകൊണ്ട് മക്കളെയും കൊല്ലണം. കണ്ടോ, കൊലപാതകത്തിൻ്റെ ദുരാത്മാവ് ആ ഭവനത്തിലേക്ക് വരിക. അങ്ങനെ അവിടെ സംഭവിക്കുന്നത്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയിൽ ആ മകൾ നിൽക്കുമ്പോഴാണ് ഒരു മാലാഖയെ പോലെ കൂട്ടുകാർ പറയുന്നത്. കൂട്ടുകാർ പറഞ്ഞു, എടി
എന്തു തന്നെയാണേലും നീ ഒരു ധ്യാനത്തിന് പോ. അങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി പോകുകയാണ്. ധ്യാനത്തിൻ്റെ 5-ാമത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധ്യാനഗുരു ആ സഹോദരിയോട് ചോദിച്ചു, മോളെ, കർത്താവായ യേശുവിൻ്റെ നാമത്താൽ നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ ചേട്ടനോട്, നിന്റെ ഭർത്താവിനോട് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? അവൾ ആദ്യം പറഞ്ഞു, ഇല്ല, എൻ്റെ കുടുംബം തകർത്ത, എൻ്റെ നല്ല സ്വർഗം പോലത്തെ കുടുംബം തകർത്ത അയാളോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. അച്ഛൻ വീണ്ടും ചോദിച്ചു, മോളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ആ ഈശോയുടെ മുൻപിൽ നിന്ന് നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ ചേട്ടനോടും, നിന്നെ തെറ്റിദ്ധരിച്ച് നിന്നെ മനസ്സിലാക്കാതിരുന്ന നിന്റെ ഭർത്താവിനോട് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ച് ഞാൻ ക്ഷമിക്കുമെന്ന ഒരു വാക്ക് പറഞ്ഞ ആ നിമിഷം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കൃപ അവളിൽ വന്നങ്ങോട്ട് നിറയുക. അവളിൽ വന്നങ്ങോട്ട് നിറഞ്ഞ് അവൾക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടുക. അവൾ ധ്യാനം കഴിഞ്ഞ് നേരെ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ എൻ്റെ ഭവനം തകർത്തവനാണ്, പക്ഷേ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഇവിടെ നഷ്ടപ്പെട്ടു പോയ സ്വർഗം ആ ഭവനത്തിന് തിരികെ കിട്ടുകയാണ്. ഈ ചേട്ടൻ ഇവളോട് വന്ന് പറഞ്ഞു, മോളെ, നീ എന്നോട് ക്ഷമിക്കടി, ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ എന്നോട് ക്ഷമിക്കടി. അന്ന് ഭർത്താവിനെ വിളിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സ്വർഗം അവർക്ക് വീണ്ടും കിട്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ആവാസത്തിന് ഒരു ലക്ഷണം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളപ്പോഴാണ്, ഉണങ്ങാത്ത മുറിവ്. ഇവിടെ ആ ഉണങ്ങാത്ത മുറിവ് കിടന്നപ്പോൾ പിശാച് വന്ന് ആവസിച്ചത് കൊണ്ടോ? ആത്മഹത്യയുടെ ദുരാത്മാവ്, കൊലപാതകത്തിൻ്റെ ദുരാത്മാവ്, വെറുപ്പിൻ്റെ ദുരാത്മാവ്, നിരാശയുടെ ദുരാത്മാവ് ആ സഹോദരിയുടെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ വന്ന് ആവസിക്കുക. മൂന്നാമത്തേത് ക്ഷമിക്കാത്ത അനുഭവങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റും, ഉണങ്ങാത്ത മുറിവും ക്ഷമിക്കാത്ത അനുഭവങ്ങളും. പിന്നെ നാലാമത്തേത് തെറ്റായ ബോധ്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ, വിശുദ്ധമായ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ പിശാച് ഒരു കുടുംബത്തിലേക്ക് ആവസിക്കുന്നതിന് കാരണമാകും. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ശുശ്രൂഷയിൽ പിശാചുക്കളെ, തിന്മകളെ, രോഗങ്ങളെ, പകർച്ചവ്യാധികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ നമുക്കറിയാം. നമുക്ക് സുവിശേഷങ്ങളിലുണ്ട്, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുണ്ട്, ആദിമ ക്രൈസ്തവ സഭയുടെ ജീവിതത്തിലുണ്ട്. ഈ ശുശ്രൂഷകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ഈ ബഹിഷ്കരണ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 4 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് ഏറ്റു പറഞ്ഞേ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2, ആരെയും നരകത്തിൽ പോകാൻ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. 3, സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് മതിയായ കൃപകള് ദൈവം നൽകിയിരിക്കുന്നു. 4, തന്റെ പുത്രനെ തന്നെ രക്ഷയുടെ അച്ചാരമായി ദൈവം ലോകത്തിന് നൽകിയിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഈ വചനം കൂടി ഒന്ന് ഏറ്റു പറഞ്ഞ 1 യോഹന്നാൻ 3:8 പറഞ്ഞ 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലൂക്ക 10:17 പറഞ്ഞ ലൂക്ക 10:17 72 ശിഷ്യന്മാര് സന്തോഷത്തോടെ മടങ്ങി വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു. ലൂക്ക 10:18 യേശു ഉത്തരം കൊടുക്കുന്നു, സാത്താൻ സ്വർഗത്തിൽ നിന്ന്
ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ നോക്കിക്കേ, വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഏതു തരം മാരകമായ പീഡകളായാലും ശരി, കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ നമുക്ക് ലഭിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ വർഷത്തില് നമ്മുടെ കേരളത്തിലെ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഡെലിവറൻസിൻ്റെ കോൺഫറൻസ് നടന്നു. നീൽ ലൊസാനോ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വിമോചക ശുശ്രൂഷകൻ 5 കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. അത് ഡെലിവറൻസ് കിട്ടാനായിട്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, അനുതപിക്കുക. ഒരു ഡെലിവറൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് കണ്ണുനീരോടെ ദൈവവുമായിട്ട് രമ്യതപ്പെടുക. 2, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷമിക്കുക. പൂർണ്ണമായിട്ട് നമ്മളെ ദ്രോഹിച്ചവരോട്, നമ്മളെ ഉപദ്രവിച്ചവരോട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുക. 3, യേശു നാമത്തിൽ പരിത്യജിക്കുക. എന്ന് പറഞ്ഞാൽ തിന്മയുടെ സ്വാധീനങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, തഴക്കദോഷങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പരിത്യജിക്കുക. കൂടോത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ആഭിചാരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ യേശു നാമത്തിൽ പരിത്യജിക്കുക. 4, യേശു നാമം ഉപയോഗിച്ച് നിരന്തരം ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുക. യേശു നാമം ഉപയോഗിച്ച്, യേശു നാമത്തിൽ എൻ്റെ മകൻ്റെ മേലുള്ള പീഡകൾ വിട്ടുമാറട്ടെ, യേശു നാമത്തിൽ എൻ്റെ മകൻ്റെ പനി വിട്ടുമാറട്ടെ, യേശു നാമത്തിൽ ഉറക്കത്തിലെ നെട്ടലുകൾ വിട്ടുമാറട്ടെ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അങ്ങനെ യേശു നാമം ഉപയോഗിച്ച് നിരന്തരം പ്രാർത്ഥിക്കുക. നീൽ ലൊസാനോ പഠിപ്പിക്കുകയാണ് 5-ാമത്തെ കാര്യം, പിതാവായ ദൈവത്തിൻ്റെ, ആബാപിതാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഡെലിവറൻസിൻ്റെ 5 കാര്യങ്ങളാണ് നീൽ ലൊസാനോ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം കൂടി നമുക്ക് പറയാം. എഫേസോസ് 6:11. ഒന്ന് ഏറ്റു പറഞ്ഞേ. എഫേസോസ് 6:11. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. എഫേസോസ് 6:11. എഫേസോസ് 6:11. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എല്ലാ ആയുധങ്ങളും ധരിക്കാൻ. ഇപ്പൊ 3 ആയുധങ്ങൾ പ്രധാനമായിട്ടുള്ള നമുക്കറിയാം. 3 അല്ല 4. ദൈവവചനം, നിരന്തരം ഭവനങ്ങളിൽ വചനം വായിക്കുക. അപ്പൊ സാത്താൻ ആ ഭവനത്തിൽ പ്രബലപ്പെടില്ല. പിന്നെ പരിശുദ്ധ കുർബാന. ഇപ്പൊ നമ്മൾ പലരും ആത്മാവിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. 3, വിശുദ്ധ കുരിശ്. 4, പരിശുദ്ധ മറിയം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതം അറിയാം. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കൃപ അവൾ ഒരിക്കലും നഷ്ടപ്പെടുത്താത്തവളാണ്. പരിശുദ്ധ അമ്മ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സാത്താന് ഇടം കൊടുക്കാത്തവളാ. പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയാ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാ, യേശുവിൻ്റെ അമ്മയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഹൃദയ ബന്ധം കാത്തു സൂക്ഷിച്ചവളാ. ഇപ്പൊ പരിശുദ്ധ അമ്മയോടുള്ള മാതൃസഹായം വിശുദ്ധ ഡൊമിനിക്കിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജപമാലയിൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സാത്താൻ പ്രബലപ്പെടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആയുധങ്ങളൊക്കെ നമുക്ക് നിരന്തരം ഉപയോഗിച്ച് നമുക്ക് ഡെലിവറൻസ്, നമ്മുടെ എല്ലാ പീഡകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, ദുരാത്മാക്കളിൽ നിന്നും, ദുഷ്ടതകളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ 4 ദിവസത്തെ കൺവെൻഷനിൽ അച്ഛൻ്റെ കൂടെ പങ്കുചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും യേശു നാമത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഷെക്കേന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് എടുത്ത് ഉയർത്തിയ വലിയ ഒരു ശുശ്രൂഷയാണ് ഈ ടെലിവിഷൻ ശുശ്രൂഷ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് സാധിക്കുന്ന രീതിയിൽ, കാരണം ഇത്രമാത്രം ദൈവം ഈ ഒരു കാലഘട്ടത്തിൽ ലൈവ് കൺവെൻഷനൊക്കെ നമുക്ക് നൽകത്തക്ക രീതിയിൽ ഈ ശുശ്രൂഷയെ കർത്താവ് എടുത്ത് ഉയർത്തിയിരിക്കുക. അപ്പം അതുകൊണ്ട് ധനം കൊണ്ടും ശ്രമം കൊണ്ടും ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ഈ അച്ഛനെ പ്രത്യേകം ക്ഷണിച്ച അച്ഛൻ കോഴിക്കോട് രൂപതയുടെ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ഭാഗമായിട്ടുള്ള ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി എന്ന ധ്യാന ശുശ്രൂഷയാണ് നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുവിശേഷ അഗ്നി എന്ന ഈ കൺവെൻഷൻ
നമുക്കിവിടെ നടത്താനായിട്ട് സാധിച്ചത്. ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയുടെ സമയത്ത് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വലിയ വിടുതലും വലിയ ഡെലിവറൻസും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. വാ വാ യേശുവേ, വായൻ സ്നേഹമേ, ആയൻ ജീവനേ, ഓ വാ വാ യേശുവേ, വായൻ സ്നേഹമേ, ആയൻ ജീവനേ, ഓ തിരൂപനേ. കൈകൾ രണ്ടും കർത്താവിന്റെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹനാഥനായ യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാം. യേശുവേ, നീ ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കർത്താവേ, നീ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അങ്ങനോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സ്നേഹമേ, ആയൻ ജീവനേ, ഓ തിരൂപനേ. എല്ലാ മക്കളും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കേ. കരങ്ങൾ ഉയർത്തി വീശിക്കേ. എല്ലാ മക്കളും വീശിക്കേ. ഈശോനെ വിളിച്ച് വീശിക്കേ. ഡെലിവറൻസ് ആഗ്രഹിച്ച് വീശിക്കേ. ബാധകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച്, തിന്മകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടബാധ്യതകളെല്ലാം മാറിപ്പോകട്ടെ. ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങളെല്ലാം മാറിപ്പോകട്ടെ. കുടുംബത്തിലെ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ. തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. പൈശാചിക പീഡകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. എല്ലാവരും ഈശോയിലേക്ക് നോക്കി പരിശുദ്ധ കുർബാനയിൽ സത്യമായിട്ടും നമുക്കിന്ന് ഡെലിവറൻസും രോഗശാന്തി നൽകാൻ കഴിവുള്ള കർത്താവാണ് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഈ ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താനും നിനക്ക് ഡെലിവറൻസ് നൽകാനും ഈശോയ്ക്ക് സാധിക്കും. എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ ശക്തിയും സാന്നിധ്യവും നിന്റെ ഭവനത്തിൽ നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ആ കർത്താവിനെ നിന്റെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്നൊന്ന് കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ നോക്കി എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോനെ നോക്കി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ കർത്താവേ. സ്വർഗത്തിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ കർത്താവേ. സ്വർഗത്തിൽ നിന്ന്
നിന്ന് അഭിഷേകം ലഭിക്കട്ടെ കർത്താവേ. സ്വർഗത്തിൽ നിന്ന് കൃപകൾ ഒഴുകട്ടെ കർത്താവേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ കർത്താവേ. എല്ലാ ശാപക്കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ കർത്താവേ. പിശാചിന്റെ വേരുകൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവേ. മാരകമായ മഹാമാരി ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. സകലവിധ ബന്ധനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. കാറ്റിനെ നിയന്ത്രിച്ച കർത്താവേ, കടലിനെ ശാന്തമാക്കിയ കർത്താവേ, ഞങ്ങളുടെ മേലുള്ള എല്ലാ ദുർഭൂതങ്ങളെ ബഹിഷ്കരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ചേർന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവേ, ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് എന്റെ ഭവനത്തില് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ, സർപ്പദോഷങ്ങളാകട്ടെ, കൂടോത്ര ദോഷങ്ങളാകട്ടെ, മന്ത്രവാദ ദോഷങ്ങളാകട്ടെ, അസൂയകളാകട്ടെ, കൊലപാതകത്തിന്റെ ദോഷങ്ങളാകട്ടെ, ആത്മഹത്യയുടെ ദോഷങ്ങളാകട്ടെ, ഈശോയെ ഞങ്ങള് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എല്ലാ ദോഷങ്ങളെയും ബഹിഷ്കരിക്കണമേ. അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ, നാരകീയ ശക്തികൾ, അന്ധകാര സേനകള്, പകർച്ചവ്യാധികള്, ദുരാത്മാക്കള്, നിരാശ, വെറുപ്പ്, പക, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകള്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, തോറ്റുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകള്, ഈശോയെ നിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വേരുകള്, തിന്മയുടെ വേരുകള് പിഴുതെടുത്ത് ഇപ്പോൾ തന്നെ പറിച്ചു കളയണമേ. ആമേൻ. എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. സുവിശേഷത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ഞരമ്പിലേക്ക്, എന്റെ ശരീരകോശങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ അഭിഷേകം എന്റെ കുടുംബത്തിലേക്ക് ഒഴുകി വന്ന് എന്നെയും എന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന സകല തകർച്ചകള്, ബന്ധനങ്ങള് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളി വിളിച്ച് ഈശോയെ, ഈശോയെ, ഈശോ, 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 ഈശോ എന്ന നാമത്തിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിൽ ലഭിക്കട്ടെ. ഈശോ നിന്റെ ഭവനത്തെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ നിന്റെ മക്കളെ ശക്തിപ്പെടുത്തട്ടെ. വിദേശങ്ങളിലുള്ള നിന്റെ പ്രിയപ്പെട്ടവരെ ഈശോ സംരക്ഷിക്കട്ടെ. ചെവിയിലെ പഴുപ്പ് ഇപ്പോൾ തന്നെ എടുത്തു മാറ്റട്ടെ. കണ്ണിന്റെ വേദനയിലുള്ള എല്ലാ അസ്വസ്ഥതകൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. കണ്ണിന്റെ മേലുള്ള എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. തൊണ്ടയുടെ മേലുള്ള എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വായിലുള്ള എല്ലാ രോഗപീഠകൾ വിട്ടുമാറട്ടെ. അൾസർ എല്ലാം വിട്ടുമാറട്ടെ. ക്യാൻസർ വിട്ടുമാറട്ടെ. എല്ലാരും ഈശോനെ വിളിച്ചോ, ഈശോനെ വിളിച്ചോ, ഈശോനെ വിളിച്ചോ. എല്ലാ ദുരാത്മാക്കൾ ഭവനത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ അലർജി രോഗങ്ങൾ വിട്ടുമാറട്ടെ. തുമ്മൽ വിട്ടുമാറട്ടെ. ലിവർ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആന്തരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ഭയം വിട്ടുമാറട്ടെ. ശത്രുദോഷങ്ങൾ വിട്ടുമാറട്ടെ. കൂടോത്ര ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളെക്കുറിച്ച് ഓർത്തൊന്ന് മനസ്തപിച്ച് ഒരു നല്ലൊരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാ ദുരാത്മാക്കളും നമ്മളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി, എല്ലാ ദുഷ്ടാരൂപികൾ വിട്ടുമാറാൻ വേണ്ടി നല്ലൊരു അനുതാപത്തിൻ്റെ ഒരഭിഷേകത്തിലേക്ക് വന്ന്
ഒരു സാത്താൻ നമ്മുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അനുതാപത്തിന്റെ വലിയൊരു അഭിഷേകമാണ്. എൻ്റെ ഈശോയെ ഒന്ന് വിളിച്ച എൻ്റെ ഈശോയെ, അനുതാപത്തിന്റെ അഭിഷേകം. നമ്മൾ ഏത് ദുരന്തത്തിന്, ഏത് പാപിയാണെങ്കിലും ഈശോയേന്ന് വിളിച്ചുകൊണ്ടെന്നൊരു അനുതപിച്ചേ, അപ്പോൾ തന്നെ ആ പാപക്കറകളെല്ലാം കർത്താവ് കഴുകും. ഈശോയെ നിന്റെ തിരിച്ചോര കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്നങ്ങോട്ട് നിലവിളിച്ച്, ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് തിരുരക്ത കോട്ട കെട്ടി എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞേ, ഈശോയെ നിന്റെ തിരുരക്തത്തിന്റെ ആ അഭിഷേകത്താൽ എൻ്റെ കുടുംബത്തിലെ കറകൾ മായ്ക്കപ്പെടട്ടെ എന്ന് പറഞ്ഞേ, രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു തിരുരക്താഭിഷേകത്തിന് വേണ്ടി, എല്ലാ പാപങ്ങളും ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി, നല്ല മാനസാന്തരം ലഭിക്കാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരെങ്കിലും ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ, വചനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവിക അനുഭവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് അവരുടെ മേലുള്ള കെട്ടുകൾ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ. Power in the name of Jesus. Power in the name of Jesus. ദൈവമേ, ദൈവമേ, യേശുവേ, 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 തിരികെ വരുന്നു ഞാൻ നിൻ സവിധേ. കർത്താവിനെ നോക്കി രണ്ട് കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് പാടിക്ക മക്കളെ. യേശുവേ, അനുദപിച്ച് നിലവിളിച്ച് നിലവിളിച്ച് സാത്താൻ എന്നിൽ നിന്ന് വിട്ടുമാറാൻ, എല്ലാ പാപങ്ങൾ അകൃത്യങ്ങളെ ഓർത്ത് അനുദപിച്ച്, ഈശോയെ തിരികെ വ്യഭിചാരത്തിന്റെ ആസക്തികൾ വിട്ടുമാറട്ടെ, തഴക്കദോഷങ്ങളുടെ ആസക്തികൾ എന്നിൽ നിന്ന് വിട്ടുമാറട്ടെ, ശാപത്തിന്റെ ദുരാത്മാക്കൾ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. നടന്നു കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് സ്നേഹമറിയാൻ ഞാൻ മറന്നു. ദൈവസ്നേഹം കൊണ്ട് നീ കത്തിപ്പടരട്ടെ. യേശുവേ, വിളിച്ചോ മക്കളെ, ഈശോനെ വിളിച്ചോ, ഈശോനെ വിളിച്ചോ, ഈശോനെ വിളിച്ചോ. തിരുരക്തം കൊണ്ട് നിന്നെ കഴുകട്ടെ, നിന്റെ കുടുംബത്തെ കഴുകട്ടെ. യേശുവേ, In the name of Jesus, bless, power. യേശു നാമത്തിന്റെ ശക്തിയാൽ വലിയൊരു അഭിഷേകം കൊണ്ട് നിന്റെ ഭവനം, നിന്റെ തൊഴിൽ മേഖല, നിന്റെ പ്രാർത്ഥനകള്, നിന്റെ മക്കള്, തലമുറകൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു. പറഞ്ഞേ ആമേൻ, ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നല്ലൊരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ സകല വിശുദ്ധരോടും വിളിച്ച്, അച്ഛനിപ്പോൾ വിശുദ്ധന്മാരുടെ പേരുകൾ ഏറ്റുപറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നെല്ലാവരും ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മലമുകളിലെ വിശുദ്ധ സിൽവസ്റ്ററേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അമ്മത്രേസ്യായി ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. യൂദാ തദേവൂസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രൂസേ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. പൗലൂസേ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. മദർ തെരേസേ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ജോൺ ബൊരണ്ണമൻ പാപ്പായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരോടും പ്രാർത്ഥിച്ചു വലിയൊരു അഭിഷേകത്തിലേക്ക് കടന്നു വന്നേ. എന്നിട്ട് ഏത് മേഖലകളിലാണ് വിടുതൽ വേണ്ടത് അതൊന്ന് കർത്താവിന് വിട്ടുകൊടുത്തേ. മദ്യപാനത്തിൻ്റെ മേഖലയാണോ, കുടുംബത്തില് കലഹത്തിൻ്റെ മേഖലകളാണോ, ചീത്ത ബന്ധങ്ങളുടെ മേഖലകളാണോ, നിരന്തരമായ ദാരിദ്ര്യമാണോ, നിരന്തരമായ രോഗപീഠകളാണോ, നിരന്തരമായ കലഹങ്ങളാണോ, ജോലിയില്ലാത്ത അവസ്ഥകളാണോ, ഭവനം ആഗ്രഹിച്ചിട്ടും ഭവനം കിട്ടാത്ത അവസ്ഥകളാണോ, കച്ചവട തടസ്സങ്ങളാണോ, ശത്രുദോഷങ്ങളാണോ,
അകാരണ ഭയങ്ങളാണോ, എന്ത് തന്നെയാണെങ്കിലും കർത്താവിന് വിട്ടുകൊടുത്തേ. കർത്താവിന് വിട്ടുകൊടുത്ത്, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. നല്ല അഭിഷേകത്തോടെ ഭവനങ്ങളിൽ ഇരുന്ന് എല്ലാവരും ഏറ്റുപറയണം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ ആഡംബരങ്ങളെയും പ്രലോഭനങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പുത്രനായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്താൽ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ഈശോ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നേ. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നേ. ഈശോയെ 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 വിളിച്ചുകൊണ്ടിരുന്നോ? വിളിച്ചോ മക്കളെ, വിളിച്ചോ. അപ്പൊ അച്ഛൻ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ്. സ്പിരിറ്റ് സാന്റോ സന്റീസിമ ട്രിനിറ്റ വെർജിനി മൊക്കലാത്ത ആഞ്ചലി ആർക്കാഞ്ചലി എ സാന്തി del paradiso scendete su di questo popolo. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കുകയാണ്. സ്പിരിറ്റ് സാന്റോ സന്റീസിമ ട്രിനിറ്റ വെർജിനി മൊക്കലാത്ത ആഞ്ചലി ആർക്കാഞ്ചലി സാന്തി del paradiso scendete su di questo popolo. Fondici Signore, plasmaci Signore, riempici Signore, usaci Signore, caccia via da loro le forze del male. എല്ലാ ദുരാത്മാക്കളെ ദുഷ്ടാത്മാക്കളെ പീഡകളെയും അച്ഛൻ ബഹിഷ്കരിക്കുകയാണ്. caccia via da loro le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. എല്ലാ മനുഷ്യരുടെ മേലുള്ള എല്ലാ ബാധകളും, ലോകത്തിന്റെ മേലുള്ള എല്ലാ ദുഷ്ടാരൂപികള്, എല്ലാ ദുരാത്മാക്കള്, എല്ലാ പകർച്ചവ്യാധികള്, എല്ലാ കൊറോണ വൈറസുകള് എല്ലാം അച്ഛനിപ്പോൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ തിന്മകളെല്ലാം ബഹിഷ്കരിക്കപ്പെടട്ടെ. കാച്ച via da noi le malfaci, le stregonerie, la madanera, la mesanera, le fatture, le legature, le maledizioni, il malocchio, l'infestazione diabolica, l'ossessione diabolica, la possessione diabolica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, desperazione, എല്ലാ തിന്മകളെയും ബാധകളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെയും എല്ലാം അച്ഛൻ ബഹിഷ്കരിക്കുകയാണ്. അവയെല്ലാം യേശുവിന്റെ നാമത്തിൽ കത്തിച്ചു കളയാണ്. Brucia tutti questi male nell'inferno, perché non abbiano mai più toccare voi e nessun altro creatore del mondo. Ordino e comando con la forza di Dio Onnipotente. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളെ ബാധിച്ച സകല തിന്മകളെ എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ I command every spirit of evil to depart from you. നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജോലി സ്ഥലത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളെ ബഹിഷ്കരിച്ച് ബന്ധിച്ച് ശാസിച്ച് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ ഇതാ ആത്മാവില് വിശുദ്ധ ജലത്തിന്റെ അഭിഷേകം സ്വീകരിക്കട്ടെ. എല്ലാ ഭവനങ്ങളും, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ അനവെള്ളമുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ എടുത്ത് തളിക്കട്ടെ. വെഞ്ചരിച്ച് ഉപ്പുണ്ടെങ്കിൽ അവയെല്ലാം ഇപ്പോൾ എടുത്ത് തളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കരങ്ങളടിച്ചുകൊണ്ട് പാടിക്കുക മക്കളെ, എല്ലാവരും ചേർന്ന് പാടിക്കുക. ഈശോ, 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 ഈശോ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പാപത്തിന്റെ ചങ്ങലകളെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു
യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ പീഡകൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ പീഡനം മാറ്റണമേ പരിശുദ്ധാത്മാവേ കെട്ടുകൾ പൊട്ടട്ടെ പരിശുദ്ധാത്മാവേ കെട്ടുകൾ പൊട്ടട്ടെ പരിശുദ്ധാത്മാവേ ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ സത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ സത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ തകർച്ചകൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ തകർച്ചകൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ ക്യാൻസർ മാറ്റണമേ പരിശുദ്ധാത്മാവേ ക്യാൻസർ മാറ്റണമേ പരിശുദ്ധാത്മാവേ തടസ്സം മാറ്റണമേ പരിശുദ്ധാത്മാവേ തടസ്സം മാറ്റണമേ പരിശുദ്ധാത്മാവേ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു പാടിക്ക മക്കളെ പാടിക്ക രക്തത്താൽ മക്കളെ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ പാപത്തിന്റെ ചങ്ങലകളെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ സത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ വരങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ വരങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ നിറക്കണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ നിറക്കണമേ പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം
ഞങ്ങളിൽ നിറയട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. രോഗത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. രോഗത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുപോകുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുപോകുക. യേശുനാമത്തിൽ വിട്ടുപോകുക. യേശുനാമത്തിൽ വിട്ടുപോകുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഈശോയെ, ഞങ്ങൾ പറ്റുന്നത് പോലെ പാടി സ്തുതിച്ചുകൊണ്ട് കർത്താവേ നിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം കൊണ്ട് നിറക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ദൈവജനത്തിന്റെ മേലുള്ള എല്ലാ അന്ധകാര ശക്തികള്, എല്ലാ ബാധകള്, എല്ലാ ദുർഭൂതങ്ങള്, എല്ലാ ദുഷ്ടാരൂപികള് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. കർത്താവേ, നിന്റെ തിരുരക്തത്തിന്റെ, നിന്റെ നാമത്തിന്റെ, നിന്റെ ശക്തിയുടെ വലിയ അഭിഷേകത്താൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. തലവേദനകൾ വിട്ടുമാറട്ടെ, തലകറക്കങ്ങൾ വിട്ടുമാറട്ടെ, ആന്തരിക മുറിവുകൾ ഉണങ്ങിപ്പോകട്ടെ, ക്ഷമിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. റിയ ബാബ റിഹ ബാബ റുഹ ബാബ റുഹ ബാബ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസിനെ, ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ ഒരു പകർച്ചവ്യാധിയെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ടുമാറാൻ വേണ്ടി ഒരിക്കൽ കൂടെ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ച് കർത്താവായ ഈശോയെ, പറഞ്ഞ കർത്താവായ ഈശോയെ, ഈ കൺവെൻഷന്റെ സമാപന നിമിഷങ്ങളിൽ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന്, എല്ലാ മെത്രാന്മാരോട് ചേർന്ന്, എല്ലാ വൈദികരോട് ചേർന്ന്, ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ ബാധിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന്, ദുരാത്മാക്കളിൽ നിന്ന്, ദുഷ്ടാരൂപികളിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന്, പ്രത്യേകിച്ച് ലോകത്തെ കടന്നാക്രമിച്ചിരിക്കുന്ന മാരകമായ ഈ വൈറസ് ബാധയിൽ നിന്ന് രക്ഷിക്കണമേ, രക്ഷിക്കണമേ ഈശോയെ. പകർച്ചവ്യാധിക്കെതിരെ പടപൊരുതുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, ഭരണാധികാരികള്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, പോലീസുകാര്, മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ലോകത്തെ രക്ഷിക്കണമേ, ലോകത്തെ രക്ഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. നിലവിളിച്ച് വിളിച്ച് ഈശോയെ 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 ഈശോയെ. എല്ലാവരും ഈശോയെ കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും. പ്രിയപ്പെട്ട മക്കളെ, ലോകം മുഴുവനും ഈ ആശീർവാദം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയുടെ വലിയ ആശീർവാദം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുകയാണ്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. അധരം തുറന്ന് സ്തുതിക്കട്ടെ, അധരം തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ യേശുവേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരുണ കടന്നു വരട്ടെ, അവിടുത്തെ സ്നേഹം കടന്നു വരട്ടെ. ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക്, ഞങ്ങളുടെ ജോലി തടസ്സങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക് കടന്നു വരണമേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുത്
ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.